സാറേ, പഠിക്കാനുള്ള മുക്കാ സമയവും മഴ കൊണ്ടുപോയി. കുറേ ലീവ് വന്നു. വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ കളിച്ചും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി കുറേ സമയം പോയി. ഓണം എക്സാമിങ് വന്നില്ലേ സാറേ? എന്താ ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? സെക്ച്വൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ ബയോടെക്നോളജി ആണെങ്കിലോ പഠിക്കാൻ സമയമില്ല. 3-4 മണിക്കൂറുള്ള വലിയ ലെക്ചർ കാണാനും സമയമില്ല. പക്ഷെ സാറേ, ഈ 2 ചാപ്റ്റർ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കണം എന്നൊരാഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വാ. എൻ്റെ ഉത്തരം ഇതാ മക്കളെ. ബയോടെക്നോളജി നമുക്ക് വേഗം ഒന്ന് നോക്കിയേക്കാം. ടഫ് ചാപ്റ്റർ ആണ്. നിങ്ങളുടെ മെയിൻ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക. ഈ ഓണം എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് സെക്ച്വൽ റീപ്രൊഡക്ഷനിൽ നിന്നായിരിക്കും. പക്ഷെ മെയിൻ എക്സാമിന് ഈ ചാപ്റ്റർ ആണ് മക്കളെ വില്ലൻ. ബയോടെക്നോളജിയിലെ ഏറ്റവും നല്ല ബയോടെക്നോളജിന്റെ ഡെഫിനിഷൻ കൊടുത്ത സംഘടനയാണ് EFB. EFB എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി എന്ന അർത്ഥം. EFB ആണ് മക്കളെ ബയോടെക്നോളജിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ തന്ന സംഘടന. എന്താ സാറേ EFB പറയുന്നത് ബയോടെക്നോളജി എന്താണെന്ന്? ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ പാല് തൈരാകുന്നു, നാച്ചുറൽ സയൻസ് ആണ്. കുട്ടി ജനിക്കുന്നു, നാച്ചുറൽ സയൻസ് ആണ്. ബിയർ ഉണ്ടാകുന്നു, നാച്ചുറൽ സയൻസ് ആണ്. പിന്നെന്താ, മാവ് പുളിക്കുന്നു, നാച്ചുറൽ സയൻസ് ആണ്. ടെസ്റ്റ് ട്യൂബിൽ ബേബി ഉണ്ടാകുന്നു, നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിന്റെ ഒപ്പം നമ്മൾ ഒരു ജീവിനെ കൂട്ടിച്ചേർക്കുന്നു. ജീവിന്റെ പേര് ഓർഗാനിസം, അല്ലെങ്കിൽ ജീവിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ട് കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ ജീവിയിലെ ഏതെങ്കിലും കോശങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. നാച്ചുറൽ സയൻസിന്റെ ഒപ്പം ഒരു ജീവിനെയോ ആ ജീവിന്റെ ഭാഗമോ അല്ലെങ്കിൽ ജീവിന്റെ കോശങ്ങളോ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർക്കുന്നതിന്റെ പേരാണ് മക്കളെ ഇന്റഗ്രേഷൻ എന്നാ വിളിക്കുക. കൂട്ടിച്ചേർത്ത് നമ്മൾ എന്താ ഉണ്ടാക്കുക? മനുഷ്യന്മാർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. അതിനെ പ്രൊഡക്റ്റ് എന്നാ വിളിക്കുക. ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ചില വേണ്ടപ്പെട്ട ചില പ്രക്രിയകളും അവർ ചെയ്തെടുക്കും. അതിനെ ആ സർവീസ് എന്ന് വിളിക്കുക. ഒരു നാച്ചുറൽ സയൻസിന്റെ ഒപ്പം ഒരു ജീവിനെ കൂട്ടിച്ചേർത്ത് മനുഷ്യന്മാർക്ക് വേണ്ട ചില പരിപാടികൾ നടത്തും. അതാ സർവീസ്. മനുഷ്യന്മാർക്ക് വേണ്ട ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതാ പ്രൊഡക്റ്റ്. രണ്ടുപേരെ കൂട്ടിച്ചേർത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് മക്കളെ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ. ബയോടെക്നോളജിന്റെ കോർ ടെക്നിക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താ ചോദിക്കും. 1 ജനറ്റിക് എഞ്ചിനീയറിംഗ്, 2 ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിന്റെ 2 പ്രിൻസിപ്പിൾ എന്നോ കോർ ടെക്നിക് എന്നോ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എഴുതി വെക്കണം മക്കളെ. ഫസ്റ്റ് RDNA ഉണ്ടാക്കിയതാരാ? RDNA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റീകോമ്പിനന്റ് DNA. ഫസ്റ്റ് റീകോമ്പിനന്റ് DNA ഉണ്ടാക്കിയതാരാ? എന്താ റീകോമ്പിനന്റ് DNA എന്ന് പറഞ്ഞാൽ? ഒരു വെക്ടർ എടുക്കുന്നു, ആ വെക്ടറിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ജീനെ കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് RDNA. ഒരു വെക്ടറിലേക്ക് നമുക്ക് വേണ്ട ജീനെ കൂട്ടിച്ചേർത്തു. ഈ രണ്ടുപേരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് RDNA എന്ന് വിളിക്കുന്നത്. വെക്ടർ പ്ലസ് നമ്മുടെ ജീനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? ഡിസൈറബിൾ ജീൻ എന്നാ വിളിക്കുക. വെക്ടറിന്റെ ഒപ്പം ഡിസൈറബിൾ ജീനെ കൂട്ടിച്ചേർത്ത് നമ്മൾ RDNA ഉണ്ടാക്കാറുണ്ട്. ആദ്യമായിട്ട് RDNA ഉണ്ടാക്കിയ സയന്റിസ്റ്റുകളാണ് സ്റ്റാൻലി കൊഗൻ ആൻഡ് ബോയർ. ആദ്യമായിട്ട് RDNA ഉണ്ടാക്കിയ സയന്റിസ്റ്റുകൾ ആരാ? കൊഗനും ബോയറും കൂടാ. കൊഗൻ എന്താ ചെയ്തേ? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ കൊണ്ടുവന്നു. ആന്റിബയോട്ടിക്കിനെതിരെ പ്രവർത്തിക്കുന്ന ജീൻ കൊണ്ടുവന്നു. ബാക്ടീരിയന്റെ ഉള്ളിലാ കാണാ. ബാക്ടീരിയന്റെ ഉള്ളിൽ നിന്ന് ആന്റിബയോട്ടിക്കിനെതിരെ പ്രവർത്തിക്കുന്ന ജീൻ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ ജീനെ പ്ലാസ്മിഡുമായി കൂട്ടിച്ചേർത്തു. പ്ലാസ്മിഡ് ആണ് മക്കളെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെക്ടർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെക്ടർ ആരാ? പ്ലാസ്മിഡാ. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തുകൊണ്ട് വന്നു, വെക്ടറുമായി കൂട്ടിച്ചേർത്തു. രണ്ടുപേരും കൂട്ടിച്ചേർത്ത പിന്നെ നമ്മൾ എന്താ വിളിക്കുക? RDNA, റീകോംബിനന്റ് DNA എന്ന് വിളിക്കുക. ആ റീകോംബിനന്റ് DNA നേരെ ഒരു ബാക്ടീരിയയിലേക്ക് പറഞ്ഞു വിട്ടു. ആ ബാക്ടീരിയന്റെ പേരാണ് ഈക്കോളൈ എന്നാ വിളിക്കുക മക്കളെ. ഈക്കോളൈ. വെക്ടർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെക്ടർ ആരാ? പ്ലാസ്മിഡുകളാ. വെക്ടർ എടുത്തു, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എടുത്തു. ഇതാണ് നമ്മുടെ ഡിസൈറബിൾ ജീൻ. ഈ വെക്ടറും ഡിസൈറബിൾ ജീനും കൂട്ടി വെച്ച പിന്നെ RDNA എന്ന് വിളിച്ചു. ഈ RDNA നേരെ നമ്മൾ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു? ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയിലേക്ക് പറഞ്ഞു വിട്ടു മക്കളെ. സ്റ്റെപ്സ് ഇൻ ബയോടെക്നോളജി 2 മാർക്ക് ചോദ്യമാണ്. ബയോടെക്നോളജിയിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാ സാറേ? നമുക്കിപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കണമല്ലോ. നമ്മുടെ ബീറ്റാ സെല്ലിലാണ് ഇൻസുലിൻ ഇരിക്കുന്നത്. ആ ഇൻസുലിൻ ജീൻ മാത്രം മതി ആ കോശത്തിൽ നിന്ന്. എല്ലാ ജീനുകളും നമുക്ക് ആവശ്യമില്ല. ആ ഒരു കോശത്തിൽ തന്നെ കുറേ ജീനുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നം ഉണ്ടാക്കാൻ ഏത് മതി? ഇൻസുലിൻ ജീൻ മതി. ഒരുപാട് ജീനുള്ള ഒരു കോശത്തിൽ നിന്ന് നമുക്ക് ഇൻസുലിൻ ജീൻ മാത്രം മതി. ഏത് ജീനാണോ നിങ്ങൾക്ക് ആവശ്യം ആ ജീനെ നമ്മൾ ഡിസൈറബിൾ ജീൻ എന്ന് വിളിക്കാം മക്കളെ. ഡിസൈറബിൾ ജീൻ എന്ന് വിളിക്കുക. ശ്രദ്ധിച്ചോ.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു കോശത്തിൽ നിന്ന് മുഴുവൻ DNA നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അതിന്റെ പേരാണ് ഐസൊലേഷൻ ഓഫ് DNA. ഒരു കോശത്തിൽ നിന്ന് മുഴുവൻ DNA പുറത്തേക്ക് എടുത്തു. അടുത്ത സ്റ്റെപ്പിൽ എന്താ? എൻസൈം വെച്ച് ആ DNA മുറിച്ച് കുറെ കഷ്ണങ്ങളാക്കുന്നു. ഇത് രണ്ടാമത്തത്, കട്ടിംഗ് ഓഫ് DNA ബൈ എൻസൈം. എൻസൈമുകൾ നമ്മൾ എന്താ വിളിക്കുക? റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്നാ വിളിക്കുക. ആ ഒരുപാട് ജീൻ കഷ്ണങ്ങൾ ഉണ്ടായി, പക്ഷെ എല്ലാ ജീൻ കഷ്ണങ്ങളും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഏതാ സാറേ? ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീൻ മാത്രം മതി. ഒരുപാട് ജീൻ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ജീനും നിങ്ങൾക്ക് ആവശ്യമുണ്ടോടാ? ഇല്ല. നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒറ്റ ജീൻ മതി. ആ ജീന്റെ പേരാ ഡിസൈറബിൾ ജീൻ. ഒരുപാട് ജീൻ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത്, ഡിസയർ, ഇഷ്ടമുള്ള ജീൻ, അതാണ് സാറേ ഇൻസുലിന്റെ ജീൻ അല്ലെ ഡിസൈറബിൾ ജീൻ. ഒരുപാട് ജീൻ കഷ്ണമുണ്ടായി, അതിലൊന്നു മാത്രമാണ് നമ്മുടെ ഡിസൈറബിൾ ജീൻ. ആ ഒരുപാട് കഷ്ണങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇൻസുലിന്റെ ജീനെ മാത്രം വേർതിരിക്കും. അതാണല്ലോ നമ്മുടെ ഡിസൈറബിൾ ജീൻ, നമുക്ക് ഇഷ്ടമുള്ള ജീൻ. അതിന്റെ പേരാണ് ഐസൊലേഷൻ ഓഫ് ഡിസൈറബിൾ DNA. ഡിസൈറബിൾ DNA പറഞ്ഞാൽ ഡിസൈറബിൾ ജീൻ. ഒരു കുന്ന് കഷ്ണങ്ങൾ ഉണ്ടായി, അതിൽ നമ്മുടെ ജീനെ മാത്രം വേർതിരിക്കണം, ഐസൊലേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ജീൻ, ചിലപ്പോൾ ആ ഒരു ജീൻ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ 10 ഗ്രാം ഇൻസുലിനാണ് കിട്ടുക. എന്നാൽ അതേപോലെ കുറെ ജീൻ ഉണ്ടെങ്കിലോ ഓരോ ജീനും പ്രവർത്തിച്ച് അത്രയും എമൗണ്ട് ഇൻസുലിൻ കിട്ടില്ലേ? ഒരു ഡിസൈറബിൾ ജീൻ ഉള്ളെങ്കിൽ അത് പ്രവർത്തിച്ച് മക്കളെ 10 ഗ്രാം ഇൻസുലിനാ കിട്ടുക. ഇതേപോലെ ഇതിന്റെ തന്നെ കുറെ കോപ്പികൾ ഉണ്ടെങ്കിലോ അത് ഓരോന്നും പ്രവർത്തിച്ച് അത്രയും കൂടുതൽ ഇൻസുലിൻ നമുക്ക് കിട്ടില്ലേ? അപ്പൊ എന്താ? നമുക്ക് കിട്ടിയ ഒരു ഡിസൈറബിൾ ജീന്റെ തന്നെ കുറെ കോപ്പി ഉണ്ടാക്കണം. ആ കുറെ കോപ്പി ഉണ്ടാക്കുന്ന മക്കളെ അടുത്ത സ്റ്റെപ്പ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ. ഒരു ജീനെ തന്നെ കുറെ കോപ്പി ഉണ്ടാക്കുക, അതിനെ ആംപ്ലിഫിക്കേഷൻ എന്ന് വിളിക്കുക. അത് ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന മക്കളെ വിളിക്കുക. ഇനി എന്ത് ചെയ്യണം? കുറെ കോപ്പി ഉണ്ടാക്കി ഓരോ ജീനെയും എടുത്തിട്ട് നമ്മൾ ആരുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു? നമ്മൾ വെക്ടറുമായി കൂട്ടിച്ചേർക്കുന്നു. ഓരോ ജീനെയും എടുത്ത് വെക്ടറുമായി കൂട്ടിച്ചേർത്താൽ പിന്നെ അവരെ എന്താ വിളിക്കുക? RDNA എന്നാ വിളിക്കുക. ഓരോ ഡിസൈറബിൾ ജീനെ എടുത്ത് വെക്ടറുമായി കൂട്ടിച്ചേർത്തുണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേരാണ് RDNA. അപ്പൊ എന്താ? ഓരോ ജീനുകളും എടുത്ത് വെക്ടറുമായി കൂട്ടിച്ചേർത്ത് RDNA ഉണ്ടാക്കുന്നു. ഈ RDNA നമ്മൾ എന്താ ചെയ്യുക? ഈ RDNA നമ്മൾ ഒരു സെല്ലിലേക്ക് പറഞ്ഞു വിടും. ആ സെല്ലിന്റെ പേരാണ് മക്കളെ ഹോസ്റ്റ് സെൽ. ഈ RDNA നമ്മൾ എവിടേക്ക് പറഞ്ഞു വിടും? ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടാം. ചില സെല്ലിന്റെ ഉള്ളിൽ കയറാതിരിക്കുക കേട്ടോ. ഇതാണ് വെക്ടർ, ഇതാണ് നമ്മൾ ഡിസൈറബിൾ ജീൻ. വെക്ടർ, ഡിസൈറബിൾ ജീൻ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? വെക്ടറിനെയും ഡിസൈറബിൾ ജീനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാ RDNA എന്നാ വിളിക്കുക. RDNA ഒരു സെല്ലിലേക്ക് പറഞ്ഞു വിടും, അതിന്റെ പേരാ ഹോസ്റ്റ് സെൽ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? ട്രാൻസ്ഫറിങ് RDNA ഇൻടു ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് RDNA പറഞ്ഞു വിട്ടു. ഇനി ഈ സെല്ല് ഒന്നാകെ നമ്മൾ ഒരു ചെമ്പ് പാത്രത്തിൽ കൊണ്ട് വളർത്തണം. ആ ചെമ്പ് പാത്രത്തിന്റെ പേരാണ് ബയോറിയാക്ടർ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് എന്തുണ്ട്? ന്യൂട്രിയൻസ് അടങ്ങിയ വെള്ളമുണ്ട്. ഈ ന്യൂട്രിയൻസ് അടങ്ങിയ വെള്ളത്തിലേക്ക് നമ്മൾ ആ സെല്ല് മുഴുവനായിട്ട് ഇറക്കി വെക്കും. ഇതാണ് നമ്മുടെ ഹോസ്റ്റ് സെൽ. ഇതാരാ സാറേ? നമ്മുടെ വെക്ടറാ. ഇത് നമ്മുടെ വെക്ടറാ സാർ. ഇതാണ് അതിൻ്റെ ഉള്ളിലെ നമ്മുടെ വെക്ടർ. എന്നുള്ള വലുതാക്കി വരയ്ക്കാം. ഇതാണ് മക്കളെ, ഇത് നോക്ക് നമ്മുടെ ബയോറിയാക്ടർ സാർ. ഒന്നുകൂടെ വരയ്ക്കാം. ഇതാണ് സാറേ, ഇതാണ് നമ്മുടെ ഹോസ്റ്റ് സെൽ. ഈ ഹോസ്റ്റ് സെല്ലിനുള്ളിൽ ആരുണ്ട്? നമ്മുടെ വെക്ടർ ഉണ്ട്. വെക്ടറിന്റെ ഉള്ളിൽ ആരുണ്ട്? നമ്മുടെ ജീൻ ഉണ്ട്. വെക്ടറിനെയും ജീനെയും ഒരുമിച്ച് വിളിക്കുന്ന പേര് RDNA ഉണ്ട്. ഇതേപടി ഈ കോശത്തെ നമ്മൾ എങ്ങോട്ടേക്ക് ഇറക്കി വെക്കും? ബയോറിയാക്ടറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കും. ഇതേപടി ഇതിനെ നമ്മൾ എങ്ങോട്ടേക്ക് ഇറക്കി വെക്കുക സാറേ? ബയോറിയാക്ടറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. അപ്പൊ ഇതാണ് സാറേ ഹോസ്റ്റ് സെൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് RDNA, ഇതാണ് വെക്ടർ, ഇതെന്താ? ഡിസൈറബിൾ ജീൻ. ഇതാരാ? ഡിസൈറബിൾ ജീൻ ഉണ്ട്. ഇതേപടി നമ്മൾ എങ്ങോട്ടേക്ക് ഇറക്കി വെച്ചു? ബയോറിയാക്ടറിലെ ന്യൂട്രിയന്റ് മീഡിയത്തില്, ബയോറിയാക്ടറിലെ ന്യൂട്രിയന്റ് വെള്ളത്തിൽ ഇറക്കി വെച്ചു. ന്യൂട്രിയന്റ് വെള്ളത്തിൽ കിടക്കുമ്പോൾ മക്കളെ, ഈ കോശത്തിനുള്ളിൽ ഇതല്ലേ നമ്മുടെ ഇൻസുലിൻ ജീന്. ഈ ന്യൂട്രിയന്റ് വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ആ ജീന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടുക. ന്യൂട്രിയന്റ് വെള്ളത്തിൽ കിടക്കുമ്പം ആ ജീന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടും. ആ കോശത്തെ അതേപോലെ ഇറക്കി വെച്ചു. ഹോസ്റ്റ് സെല്ലിനെ അതേപോലെ ഇറക്കി വെച്ചു. ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ RDNA ഉണ്ട്. RDNA പുറത്ത് നമ്മുടെ ഇൻസുലിൻ ജീൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈറബിൾ ജീൻ ഉണ്ട്. ഈ ബയോറിയാക്ടറിൽ ഇരിക്കുമ്പോഴാണ് ആ ജീൻ പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടുക, കണ്ടീഷൻ കിട്ടുക. അപ്പൊ അടുത്തെന്താ?
കൾച്ചറിങ് എന്ന വളർത്തുന്നു. ആരെ? ഓസിസെല്ലിനെ. എവിടെ? മീഡിയത്തിൽ. ഏത് മീഡിയം? ന്യൂട്രിയന്റ് മീഡിയം. ആ ന്യൂട്രിയന്റ് മീഡിയം കൊടുക്കുന്ന ചെമ്പ് പാത്രത്തിന്റെ പേരെന്താ? ബയോറിയാക്ടർ. ബയോറിയാക്ടറിലെ ന്യൂട്രിയന്റ് മീഡിയത്തിൽ നമ്മൾ ആ ഓസിസെല്ലിനെ ഇറക്കി വെച്ച് വളർത്തുന്നതിന്റെ പേരാ മക്കളെ കൾച്ചറിങ്. പറഞ്ഞാൽ വളർത്തുന്നു. അപ്പൊ നമ്മൾ വളർത്തുമ്പോൾ എന്താ പറ്റുക? ഈ ജീന് പ്രവർത്തിക്കാനുള്ള കണ്ടീഷൻ കിട്ടും. ഇത് ഇൻസുലിൻ ജീൻ അല്ലേ മക്കളെ? ഇൻസുലിൻ ജീൻ പ്രവർത്തിക്കും. ഇൻസുലിൻ ജീൻ പ്രവർത്തിച്ച് ഈ ചെമ്പ് പാത്രത്തില് ഈ ബയോറിയാക്ടറിന്റെ അടിയിൽ എന്തുണ്ടായി? ഇൻസുലിൻ ജീൻ പ്രവർത്തിച്ചിട്ട് ഇൻസുലിൻ ഉണ്ടായി. ഇൻസുലിനാണ് മക്കളെ നമ്മുടെ പ്രൊഡക്റ്റ്. ഒരു ജീൻ പ്രവർത്തിച്ച് എന്ത് ഉൽപ്പന്നമാണോ തരിക അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. എന്നിട്ട് ഈ ഇൻസുലിനെ നമ്മൾ എന്ത് ചെയ്യും? സൈഡിൽ ഒരു പൈപ്പ് ഉണ്ടടാ, ആ പൈപ്പ് വഴി നമ്മൾ സൈഡിലേക്ക് ശേഖരിക്കും. ഇൻസുലിൻ നമ്മുടെ ഒരു പൈപ്പ് തുറന്നു വിടും. പൈപ്പ് തുറന്നു വിടുമ്പോൾ എന്താ പറ്റുക? ഇതിൻ്റെ ഉള്ളിലുണ്ടായ ഇൻസുലിനൊക്കെ ഈ പൈപ്പ് വഴി താഴെ പാത്രത്തിൽ വരും. ഈ ബയോറിയാക്ടറിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റിനെ വേർതിരിക്കുന്നതിന്റെ പേരാണ് സെപ്പറേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ എന്നൊക്കെ വിളിക്കും കേട്ടോ. ബയോറിയാക്ടറിൽ ഉണ്ടായ പ്രൊഡക്റ്റിനെ നമ്മൾ വേർതിരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നു. അതിനെ നമ്മൾ സെപ്പറേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കാം. ഈ ഇൻസുലിനെ വേഗം മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിൽ കുറെ അവശിഷ്ടങ്ങൾ കാണും, കുറെ വേസ്റ്റ് കാണും. അപ്പൊ ഇതിനെ ശുദ്ധീകരിക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്യൂരിഫിക്കേഷൻ. എന്ത് ചെയ്തു സാറേ? ഉൽപ്പന്നത്തെ വേർതിരിച്ചു, ഉൽപ്പന്നത്തെ ശുദ്ധീകരിച്ചു. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഇതോടെ കഴിഞ്ഞാൽ നേരെ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ സെപ്പറേഷനെയും പ്യൂരിഫിക്കേഷനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. സെപ്പറേഷനെയും പ്യൂരിഫിക്കേഷനെയും ചേർത്ത് വിളിക്കുന്ന പേരെന്താ? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്നാ വിളിക്കുക. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രൊഡക്റ്റിനെ വേർതിരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. ഒരു സെല്ലിൽ നിന്ന് DNA പുറത്തെടുത്തു, കഷ്ണങ്ങളാക്കി. കുറെ കഷ്ണങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട ജീനെ മാത്രം നമ്മൾ വേർതിരിച്ചു, ഐസൊലേറ്റ് ചെയ്തു. ആ ജീന്റെ കുറെ കോപ്പികൾ ഉണ്ടാക്കി, ആംപ്ലിഫിക്കേഷൻ. ആ കോപ്പികൾ ഉണ്ടാക്കിയിട്ട് ഓരോ കഷ്ണത്തെയും എടുത്ത് വെക്ടറുമായി കൂട്ടിച്ചേർത്ത് RDNA ആക്കി. ഈ RDNA ഒരു ഓസിസ് സെല്ലിലേക്ക് പറഞ്ഞു വിട്ടു. RDNA കേറാതിരിക്കാം. ഈ ഓസിസ് സെല്ലിനെ നേരെ എന്ത് ചെയ്തു? ഒരു ചെമ്പ് പാത്രത്തിൽ ഇറക്കി വിട്ടു. ആ ചെമ്പ് പാത്രത്തിന്റെ പേരാ ബയോറിയാക്ടർ. ആ ബയോറിയാക്ടറിൽ കുറെ നല്ല കണ്ടീഷൻ കിട്ടും ആ RDNA മുകളിലിരിക്കുന്ന ജീൻ പ്രവർത്തിക്കാൻ. ഇൻസുലിൻ ജീനല്ലേ ഇരിക്കുന്നത്? ആ ഇൻസുലിൻ ജീൻ പ്രവർത്തിച്ച് ഇൻസുലിൻ ഉണ്ടായി ബയോറിയാക്ടറിൽ. ആ ബയോറിയാക്ടറിൽ ഉണ്ടായ ഇൻസുലിനെ നമ്മളൊരു ചെമ്പ് പാത്രത്തിലേക്ക് വേർതിരിച്ചു. അതിന്റെ പേര് സെപ്പറേഷൻ. മനുഷ്യന്മാരിലേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരിച്ചു. അതിന്റെ പേര് പ്യൂരിഫിക്കേഷൻ. സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ചേർത്ത് വിളിക്കുന്ന പേരാണ് മക്കളെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ ചാപ്റ്റർ തീർന്നു. ഫസ്റ്റ് എന്താ? ഒരു സെല്ലിൽ നിന്ന് എങ്ങനെ DNA പുറത്തേക്ക് എടുക്കാം? നോക്ക് മക്കളെ, ആദ്യം അതിന് സെൽ വോൾ നശിപ്പിക്കണം. ആ സെല്ലിന്റെ സെൽ വോൾ നശിപ്പിക്കണം. സെൽ വോൾ നശിപ്പിക്കാൻ ബാക്ടീരിയയിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ് സെല്ലുലേസ്. ഫംഗസിൽ ഉപയോഗിക്കുന്ന എൻസൈമാണ് മക്കളെ കൈറ്റിനേസ്. ആനിമൽസിൽ ഉപയോഗിക്കുന്ന എൻസൈം വേണ്ട, കാരണം ആനിമൽസിന് സെൽ വോൾ ഇല്ല. ഫസ്റ്റ് സെൽ വോൾ പൊട്ടിക്കും, പിന്നെ സെൽ മെമ്പറൈൻ, പിന്നെ പ്രോട്ടീൻ, RNA. ഈ 4 മുറിച്ച് കളഞ്ഞാലോ ബാക്കി DNA മാത്രമാകും. ഈ DNA നമ്മൾ വേർതിരിക്കും. ഓക്കെ, അപ്പൊ നോക്കി ഒരു സെല്ലിൽ നിന്ന് എങ്ങനെ DNA പുറത്തെടുക്കാം? സെൽ വോൾ മുറിക്കുക, സെൽ മെമ്മറി മുറിക്കുക, പ്രോട്ടീനും RNA മുറിക്കുക. സെൽ വോൾ മുറിക്കാൻ ഓരോ കോശത്തിലും ഓരോ എൻസൈം ഉപയോഗിക്കുക. ഏത് കോശമാണെങ്കിലും സെൽ മെമ്മറൈൻ മുറിക്കാൻ ലിപ്പേസസ് ഉപയോഗിച്ചാൽ മതി. ലിപ്പേസസ് എൻസൈം ഉപയോഗിച്ചാൽ മതി. പ്രോട്ടീൻ മുറിക്കുന്ന എൻസൈമാണ് പ്രോട്ടിയേസസ്. RNA മുറിക്കുന്ന എൻസൈമാണ് RNase എന്ന് വിളിക്കുക. ഈ 4 പേരെ നമ്മൾ എൻസൈം കൊടുത്ത് ഇല്ലാതാക്കി. ഇനി മിച്ചമുള്ളത് ആരാ മക്കളെ? DNA-കളാ. ഈ DNA ഇങ്ങനെ ചുരുണ്ടിട്ടായിരിക്കുക. ഈ ചുരുണ്ടിരിക്കുന്ന DNA-യിലേക്ക് നമ്മൾ ചിൽഡ് എഥനോൾ, ചിൽഡ് എന്ന് പറഞ്ഞാൽ തണുത്ത എഥനോൾ ചേർക്കും. ചുരുണ്ടിരിക്കുന്ന DNA-യിലേക്ക് തണുത്ത എഥനോൾ ചേർക്കും. അപ്പൊ ഒരു നിവർന്ന DNA ആകും. നിവർന്ന DNA-കളെ വിളിക്കുന്ന പേരാ പ്രസിപ്പിറ്റേറ്റഡ് DNA. നിവർന്ന DNA-കളെ വിളിക്കുന്ന പേരെന്താ? പ്രസിപ്പിറ്റേറ്റ് ആയ DNA എന്ന് വിളിക്കുക. ഈ നിവർന്ന DNA-കളെ നമ്മളൊരു സ്പൂണ് വെച്ച് വേർതിരിച്ചെടുക്കും. സ്പൂണ് വെച്ച് വേർതിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്പൂളിങ്. ഓർക്കാൻ എളുപ്പമാ. സ്പൂണ് വെച്ച് DNA തോണ്ടിയെടുക്കുന്നു. അതാണ് മക്കളെ സ്പൂളിങ്. ഓക്കെ, ഓരോ ലെയർ നശിപ്പിച്ച് DNA മാത്രം ബാക്കിയായി. ഈ DNA തണുത്ത എഥനോൾ ഒഴിപ്പിച്ച് നേരെയാക്കി. അതിന്റെ പേര് പ്രസിപ്പിറ്റേറ്റ് DNA. ആ DNA സ്പൂൺ വെച്ച് വേർതിരിച്ചു സാറേ, അതാണ് സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ.
DNA പുറത്തെടുത്തു. അടുത്തെന്താ? DNA മുറിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ? DNA നമുക്ക് മുറിക്കണം. DNA മുറിക്കണം. സെല്ലിൽ നിന്ന് DNA പുറത്തെടുത്തു, ഇനി മുറിക്കണം. മുറിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളുടെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. മുറിക്കാൻ DNA മുറിക്കുന്നവരാ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. അവർക്ക് വേറൊരു പേരുണ്ടടാ, മോളിക്യുലാർ സിസേഴ്സ് എന്നാ വിളിക്കുക. മോളിക്യുലാർ സിസേഴ്സ് എന്നാ വിളിക്കുക. ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു സെല്ലിൽ നമ്മൾ മുഴുവൻ DNA പുറത്തെടുത്തല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ആ DNA നമ്മൾ മുറിക്കണം. മുറിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളുടെ പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്നാ വിളിക്കുക. DNA മുറിക്കുന്നവരാരാ? റെസ്ട്രിക്ഷൻ എൻസൈമുകളാ. ഈ റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ വേറൊരു പേരാണ് മോളിക്യുലാർ സിസർ. മോളിക്യുലാർ എന്ന് പറഞ്ഞാൽ DNA, സിസർ എന്ന് പറഞ്ഞാൽ മുറിക്കുന്നവർ. DNA മുറിക്കുന്നവർ റെസ്ട്രിക്ഷൻ എൻസൈമുകളാ. DNA കൂട്ടിച്ചേർക്കുന്ന എൻസൈമ ലിഗേസ്, അവരെ മോളിക്യുലാർ ഗ്ലൂ എന്നാ വിളിക്കുക. ഈ റെസ്ട്രിക്ഷൻ എൻസൈം രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ. DNA അറ്റത്ത് മാത്രം കട്ട് ചെയ്യുന്ന ആൾക്കാർ, DNA എൻഡിൽ കട്ട് ചെയ്യുന്നവർ, അതാണ് എക്സോന്യൂക്ലിയസസ് എന്നാ വിളിക്കുക. എന്നാൽ DNA ഉള്ളിൽ കട്ട് ചെയ്യുന്നവരുണ്ട്. DNA ഉൾഭാഗത്ത് പലരും കട്ട് ചെയ്യുന്നവർ. DNA അറ്റത്ത് മാത്രം കട്ട് ചെയ്താൽ എക്സോന്യൂക്ലിയസസ്. DNA ഉള്ളിൽ പല ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നവരാരാ? എൻഡോന്യൂക്ലിയസുകൾ എന്ന മക്കളെ വിളിക്കുക. ബയോടെക്നോളജിയിൽ നമുക്ക് എൻഡോന്യൂക്ലിയസുകൾ മതി. റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് നമുക്ക് വേണ്ട ബയോടെക്നോളജിയിൽ നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളാണ് മക്കളെ വേണ്ടത്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ പുറത്തെടുത്ത DNA നമ്മൾ മുറിച്ച് കുറെ കഷ്ണങ്ങളാക്കി മാറ്റും. ഈ കഷ്ണങ്ങളെല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഒരൊറ്റ ജീനാണ്. ആ ജീനെ, നമുക്ക് വേണ്ട ജീനെ വിളിക്കുന്ന പേരാ ഡിസൈറബിൾ ജീൻ. ഇവിടെ ഞാൻ ഇൻസുലിൻ വെച്ചാ പറയുന്നത് എക്സാമ്പിൾ. അതുകൊണ്ട് ഇവിടുത്തെ ഡിസൈറബിൾ ജീൻ ആരാ? ഇൻസുലിന്റെ ജീനാ. ഒരു DNA റെസ്ട്രിക്ഷൻ എൻസൈം മുറിക്കുമ്പം ഒരു DNA ഇതാണ് മക്കളുടെ DNA എന്നിരിക്കട്ടെ. ഒരു DNA ഇതാണ് ഒരു DNA റെസ്ട്രിക്ഷൻ എൻസൈം മുറിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ അവിടെ ഇതേപോലെ ഒരു എൻഡ് ഉണ്ടാകും. അപ്പൊ അവിടെ ഇതേപോലെ ഒരു അറ്റങ്ങൾ ഉണ്ടാവും മക്കളെ. ഈ അറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റിക്കി എൻഡുകൾ എന്നാ വിളിക്കുക. ഒരു DNA ഒരു എൻസൈം, റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് മുറിച്ചാൽ അവിടെ ഇതേപോലെ കൂർത്ത് നിൽക്കുന്ന അറ്റങ്ങൾ ഉണ്ടാകും. ഈ അറ്റങ്ങളെ വിളിക്കുന്ന പേര് സ്റ്റിക്കി എൻഡ്. ഓർത്തോണം. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താ? സ്റ്റിക്കി എൻഡുകളാ. കുറെ കഷ്ണങ്ങൾ ഉണ്ടാകും. ഓരോ കഷ്ണത്തിന് ഇതേപോലെ കൂർത്ത എൻഡുകൾ കാണും. ആ എൻഡിന്റെ പേരാ സ്റ്റിക്കി എൻഡ്. സാറേ, ഓരോ റെസ്ട്രിക്ഷൻ, നിങ്ങൾ ലോകത്ത് ഈക്കോ R1 ഉണ്ട്, ഹിന്ദ് 2 ഉണ്ട്, ഹിന്ദ് 1 ഉണ്ട്, ഹിന്ദ് 3 ഉണ്ട്, ബാം H1 ഉണ്ട്, സാൽ1 ഉണ്ട്, കുറെ റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്. ഏത് റെസ്ട്രിക്ഷൻ എൻസൈം ആണെങ്കിലോ അത് വേർതിരിക്കുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്നാ. ബാക്ടീരിയന്റെ ഉള്ളിൽ നിന്നാണ് ഈ എൻസൈമുകൾ നമുക്ക് കിട്ടുക. ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്, ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം ആരാ മക്കളെ? ഹിന്ദ് 2 ആണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ. ഒരു DNA കണ്ടാൽ, ഒരു DNA ഇപ്പൊ കണ്ടുവന്നിരിക്കട്ടെ എൻസൈമുകൾ, ഒരു DNA റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുവന്നിരിക്കട്ടെ. അവിടെ DNA മുറിക്കണമെങ്കിൽ, ആ സൈറ്റിൽ DNA ആ എൻസൈം മുറിക്കണമെങ്കിൽ അവിടെ ഒരു സീക്വൻസ് വേണം, അവിടെ ഒരു അറേഞ്ച്മെന്റ് വേണം. അതിന്റെ പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ആ സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാ വിളിക്കുക. എക്സാമ്പിൾ നോക്കിക്കോ. ഇതൊരു DNA ആണ്. ഇത് 5' ആണ് മക്കളെ, ഇത് 3'. അപ്പൊ നേരെ തിരിച്ചെന്താ വരിക? ഇത് 3' ആണ് മക്കളെ, ഇത് 5'. ഇവിടുത്തെ സീക്വൻസ് എന്താ അറിയാമോ? GAATTC. ഇവിടുത്തെ സീക്വൻസ് നേരെ തിരിച്ചിട്. GAATTC. ഇതാണ് ഇവിടുത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ. ഈ സീക്വൻസ് കണ്ടാൽ ഉടനെ ഈ DNA വന്ന് ആര് കട്ട് ചെയ്യുന്ന അറിയാമോ? ഈക്കോ R1 എന്ന് പറഞ്ഞ എൻസൈം വന്ന് കട്ട് ചെയ്യും. ഇങ്ങനൊരു സീക്വൻസ് കണ്ടാൽ അവിടെ ഈക്കോ R1 വന്ന് എന്തായാലും കട്ട് ചെയ്യും. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിങ്ങോട്ട് വായിക്കേ GAATTC, ഇവിടെ നിങ്ങോട്ട് വായിക്കേ GAATTC, അവിടുന്ന് വായിച്ചാലും GATTC, ഇങ്ങോട്ട് വായിച്ചാലും GATTC. രണ്ടറ്റത്തുനിന്ന് വായിച്ചാലും ഒരേപോലെ. അങ്ങുള്ള സീക്വൻസിന്റെ പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. എഴുതി വെച്ചോ. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഗ്വാനിൻ, അഡെനിൻ, തൈമിൻ അങ്ങനെ വായിക്കാറില്ലേ? അതിനെ സീക്വൻസ് എന്ന് വിളിക്കുക. സീക്വൻസ് വിച്ച് റീഡ് വായിക്കാൻ പറ്റും സെയിം ഫ്രം ബോത്ത് എൻഡ്. സീക്വൻസ് വിച്ച് റീഡ് സെയിം ഫ്രം ബോത്ത് എൻഡ്. രണ്ട് എൻഡിൽ നിന്ന് വായിച്ചാലും ഒരേപോലെ വായിക്കാൻ പറ്റുന്നവരാണ് ഇത് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങുള്ള പാലിൻഡ്രോമിക് സീക്വൻസ്, അങ്ങനെ പാലിൻഡ്രോമിക് സൈറ്റുകളിലെ ആര് കട്ട് ചെയ്യാറുള്ളൂ? റെസ്ട്രിക്ഷൻ എൻസൈമുകൾ കട്ട് ചെയ്യാറുള്ളൂ. ഈക്കോ R1ന്റെ പാലിൻഡ്രോമിക് സീക്വൻസ് എന്താ? GAATTC.
ഈ എൻസൈമുകളൊക്കെ എവിടെ നിന്നാ വേർതിരിച്ചത്? ബാക്ടീരിയൻ്റെ ഉള്ളിൽ നിന്നല്ലേ. എല്ലാ എൻസൈമുകളും ബാക്ടീരിയൻ്റെ ഉള്ളിൽ നിന്നാണ് വേർതിരിക്കുക. അപ്പൊ എൻസൈമിന് പേര് കൊടുക്കുമ്പം അത് വേർതിരിച്ചത് ഏത് ബാക്ടീരിയ എന്നാണോ ആ ബാക്ടീരിയന്റെ പേരുമായിട്ട് ബന്ധം വേണം മക്കളെ. ഒരു ബാക്ടീരിയ ആണ് എച്ചെറിച്ചിയ കോളൈ RY13. എച്ചെറിച്ചിയ എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയന്റെ ജീനസ് നെയിമ, കോളൈ എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയന്റെ സ്പീഷീസ് നെയിമ, RY13 എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയന്റെ ടൈപ്പിന്റെ പേരാ മക്കളെ. എച്ചെറിച്ചിയ ഈ ബാക്ടീരിയന്റെ നോക്ക് മക്കളെ, ഈ ബാക്ടീരിയ ഒരു എൻസൈം വേർതിരിച്ചു എന്നിരിക്കട്ടെ. ആ എൻസൈമിന് ഞാൻ എങ്ങനെ പേര് കൊടുക്കുന്നു നോക്കിയോ കേട്ടോ. ആ എൻസൈമിന്റെ ആദ്യത്തെ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ, ആ എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ ആ വേർതിരിച്ച ബാക്ടീരിയന്റെ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കണം. അപ്പൊ ഈ എന്താ എച്ചെറിച്ചിയ, അതാണല്ലോ ജീനസ് നെയിം. അതിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തു. പിന്നുള്ള രണ്ട് ലെറ്റർ, പിന്നുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ആയിരിക്കണം. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ. പിന്നുള്ള എൻസൈമിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ എന്താ? സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റർ. അപ്പൊ എന്താ? കോ വന്നു. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ്. RY12, RY10 കുറെ ടൈപ്പ് ഉണ്ട്. ഇവിടുത്തെ ടൈപ്പ് എന്താ? RY13. ഈ RY13 സ്ട്രെയിൻ ആണല്ലോ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? 6. അതായിരിക്കണം 4th ലെറ്റർ. അഞ്ചാമത്തെ 5th ലെറ്റർ എപ്പോഴും റോമൻ ലെറ്റർ ആയിരിക്കണം. 1. ഇപ്പൊ റോമൻ ലെറ്റർ 1. ഈ 1 എന്താ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? എച്ചെറിച്ചിയ കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് ആദ്യമായി വേർതിരിച്ച എൻസൈമാണ് EcoR1. ഒരു ബാക്ടീരിയനുള്ളിൽ തന്നെ കുറെ എൻസൈം വേർതിരിക്കാം. HindII അതിന്റെ അർത്ഥം എന്താ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസിൽ നിന്ന് വേർതിരിച്ച രണ്ടാമത്തെ എൻസൈമാണ് HindII. നോക്ക് മക്കളെ, HindII നോക്കെ, HindII ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഹീമോഫിലസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. ഹീമോഫിലസ്, ഈ ബാക്ടീരിയ നിന്ന് വേർതിരിച്ച രണ്ടാമത്തെ എൻസൈമാണ് HindII. അതാ 2 കൊടുത്ത റോമൻ നമ്പർ. HindIII അതിന്റെ അർത്ഥം എന്താ? HindIIIന്റെ അർത്ഥം എന്താ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ അതേ ബാക്ടീരിയ നിന്ന് വേർതിരിച്ച മൂന്നാമത്തെ എൻസൈമാണ് HindIII എന്ന് പറഞ്ഞാൽ. HindI നോക്ക് മക്കളെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ അതേ ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ച ഒന്നാമത്തെ എൻസൈമാണ് HindI. എത്രാമത് വേർതിരിക്കപ്പെട്ട എൻസൈം ആണെന്ന് അറിയാനാണ് ലാസ്റ്റ് റോമൻ ലെറ്റർ നമ്മൾ കൊടുക്കുക. ഈ റോമൻ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചത്, വേർതിരിച്ച നമ്പർ, ഓർഡർ, എത്രാമതാണ് വേർതിരിച്ചത്. ഓക്കെ, ഇതാണ് എൻസൈമുകൾക്ക് പേര് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്ന 2 മാർക്ക് ചോദ്യമാണ് എൻസൈമുകളുടെ പേരിടല്. എൻസൈമുകളുടെ 28 കെട്ട് നോക്കിക്കോ മക്കളെ. അപ്പൊ നോക്കി, എൻസൈം വന്നിട്ട് മുറിച്ചു, കുറെ കഷ്ണങ്ങൾ ഉണ്ടാക്കി. ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് വേണ്ട, നമുക്ക് ഇൻസുലിന്റെ ജീൻ മാത്രം മതിയടാ, നമുക്ക് ഇഷ്ടമുള്ള ഡിസേബിൾ ജീൻ മാത്രം മതി മക്കളെ. അപ്പൊ ഈ ഒരു കുന്ന കഷ്ണങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡിസേബിൾ ജീനെ മാത്രം വേർതിരിക്കണം. ഐസൊലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അവിടെ നിങ്ങൾ സകല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, അവിടെ നമുക്ക് ഏത് മാത്രം തിരിച്ചു തരും? നമ്മുടെ ഡിസേബിൾ ജീനെ മാത്രം നമുക്ക് തിരിച്ചു തരും മക്കളെ. ഇതാണ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ഉപകരണത്തിന്റെ പേര് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇതിന്റെ പണി എന്താ? ഒരുകുന്ന കഷ്ണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കഷ്ണത്തെ മാത്രം തരും, നിങ്ങൾക്ക് വേണ്ട ഡിസേബിൾ ജീനെ മാത്രം വേർതിരിച്ചു തരും മക്കളെ. ഈ ഉപകരണത്തിന്റെ പേരാ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. നോക്ക്, ഇതൊരു പാത്രമാ. ഈ പാത്രത്തിൽ ഒരു മീഡിയം ഉണ്ട് കേട്ടോ. ഈ മീഡിയത്തിൽ നിറച്ചൊരു ജെല്ലാണ്. ആ ജെല്ലിന്റെ പേരാണ് അഗറോസ് ജെൽ. ഈ സീവീഡ് എന്ന് പറഞ്ഞാൽ കടലിൽ കാണുന്ന ചില ചെടികളുണ്ട്, ആ ചെടിയിൽ നിന്ന് വേർതിരിച്ചാണ് അഗ്രോസ് ജെൽ കേട്ടോ. ഒരു മീഡിയം ഉണ്ട്, ഒരു വെള്ളമുണ്ട്, ഒരു ജെല്ലുണ്ട്, അതിന്റെ പേര് അഗ്രോസ് ജെൽ. ഇവിടെ കുഴികൾ കാണാം, ഈ കുഴിന്റെ പേരാണ് വെൽ എന്ന് വിളിക്കുക. ഈ വെല്ലിലാണ് മക്കളെ നമ്മൾ സകല DNA കഷ്ണങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ഇവിടെ കാഥോഡ്, ഇവിടെ ആനോഡ് ഉണ്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താ പറ്റുക? ഈ കുഴീൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ച സകല കഷ്ണങ്ങളും ആനോഡിന്റെ അടുത്തേക്ക് നീങ്ങും, ആനോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും മക്കളെ. ആനോഡിന്റെ അടുത്തേക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ മൂവ് ചെയ്യും, ആനോഡിന്റെ അടുത്തേക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ മൂവ് ചെയ്യും. ഓർത്തോണം, ആനോഡിന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുക. കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് DNA കഷ്ണങ്ങൾ മൂവ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പം DNA കഷ്ണങ്ങൾ, ഫ്രാഗ്മെന്റ്സുകൾ ആനോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തു, ആനോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നിർത്തുമ്പോഴോ ഇവര് പരന്ന് കിടക്കായിരിക്കും. സ്മോൾ കഷ്ണങ്ങളായിരിക്കും ഫ്രണ്ടിൽ കാണുക, സ്മോൾ കഷ്ണങ്ങൾ ഫ്രണ്ടിൽ കാണും, വലിയ കഷ്ണങ്ങൾ ബാക്കിൽ കാണും. കഷ്ണങ്ങളെ കൊണ്ട് വെല്ലിൽ നിറച്ചു, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പൊ കഷ്ണങ്ങളെല്ലാം കൂടെ ആനോഡിന്റെ അടുത്തേക്ക് പാഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓഫാക്കി. അപ്പൊ നോക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ചെതറി കിടക്കാണ് ജെല്ലില്. എങ്ങനെ ചെതറി കിടക്കുക? ചെറിയ കഷ്ണങ്ങൾ ഫ്രണ്ടിൽ, വലിയ കഷ്ണങ്ങൾ ബാക്കിൽ. അങ്ങനെയാണല്ലോ ഓട്ട മത്സരത്തിൽ വണ്ണം കൂടിയവൻ ബാക്കിൽ, വണ്ണം ഇല്ലാത്ത കുടവേറില്ലാത്ത ഫ്രണ്ടിലല്ലേ? ഓക്കെ മക്കളെ,
ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്താ അറിയാമോ, ഈ കഷ്ണങ്ങളെല്ലാം ചിതറിക്കിടക്കുന്ന കണ്ടു. ഈ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങളിൽ ഏതോ ഒന്നാണ് നമുക്ക് വേണ്ട ഡിസൈറബിൾ ജീൻ. ആ ഡിസൈറബിൾ ജീനെ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, വേറെ ഒരു കഷ്ണത്തെ നമുക്ക് ആവശ്യമില്ല. അതിനെ മാത്രം ആ മീഡിയത്തിൽ നിന്ന് വേർതിരിച്ചാൽ പോരെ, അഗറോസ് ജെല്ലിയിൽ നിന്ന്. പക്ഷെ വേർതിരിക്കാൻ പാടാ. കാരണം എന്താ അറിയാമോ, ഈ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങൾ ആ ജെല്ലിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. നമുക്ക് ഉടനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കഷ്ണത്തെ മാത്രം വെളിയിലേക്ക് എടുക്കാം. പക്ഷെ ഉടനെ ഈ ചെതറിക്കിടക്കുന്ന DNA കഷ്ണങ്ങളെ കാണാൻ പറ്റില്ല. എങ്ങനെയാ കാണാൻ പറ്റുകയെന്നറിയാമോ? സെപ്പറേറ്റഡ് DNA എന്ന് പറഞ്ഞാൽ ചെതറിക്കിടക്കുന്ന DNA കഷ്ണങ്ങളെ സ്റ്റെയിൻ ചെയ്യുക. എന്ത് വെച്ച്? എഥിഡിയം ബ്രോമൈഡ്. ചെതറിക്കിടക്കുന്ന DNA കഷ്ണങ്ങളുടെ മുകളിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുക സാറേ? എഥിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യുക. ചെതറിക്കിടക്കുന്ന DNA കഷ്ണത്തിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഈ മീഡിയത്തിലേക്ക് നിറച്ച് എന്തങ്ങ് ആഡ് ചെയ്യുക? എഥിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്തടിച്ചു കൊടുക്കണം? ഈ മീഡിയത്തിന്റെ മുകളിലേക്ക് നമ്മൾ എന്തടിച്ചു കൊടുക്കണം എന്നറിയോ മക്കളെ? UV ലൈറ്റ് അങ്ങ് അടിച്ചു കൊടുക്കുക. എഥിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്തടിച്ചു കൊടുക്കുക സാറേ? UV ലൈറ്റ് അടിച്ചു കൊടുക്കുക. എഥിഡിയം ബ്രോമൈഡ് മീഡിയത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ചേർക്കുന്നതിനെ നമ്മൾ സ്റ്റെയിൻഡ് എന്ന് വിളിക്കുക. എന്നിട്ട് UV ലൈറ്റ് അടിച്ചു മീഡിയത്തിലേക്ക്. UV ലൈറ്റ് അടിക്കുന്നതിനെ നമ്മൾ എക്സ്പോസ്ഡ് എന്ന് വിളിക്കുക. UV ലൈറ്റ് അടിച്ചു. അപ്പോഴാണ് ഈ ചെതറി കിടക്കുന്ന DNA കഷ്ണങ്ങളെ നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റുക. ഏത് കളറിലാണ് കാണാൻ പറ്റുക അറിയാമോ? ബ്രൈറ്റ് ഓറഞ്ച് കളർ, നല്ല വെട്ടിത്തിളങ്ങുന്ന ഓറഞ്ച് കളറിൽ നമുക്ക് ഓരോ DNA കഷ്ണങ്ങളെയും കാണാൻ പറ്റും. DNA കഷ്ണങ്ങളെ ചെതറിക്കിടക്കാന്ന് മനസ്സിലാകും, പക്ഷെ അവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കാരണം മീഡിയത്തിന്റെ ഉള്ളിലാണ് അവർ. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എങ്ങനെ കാണാൻ പറ്റുക? എഥിഡിയം ബ്രോമൈഡ് ചേർക്കുന്നു, UV ലൈറ്റ് അടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പൊ DNA കഷ്ണങ്ങൾ കാണാൻ പറ്റുമല്ലോ. അപ്പൊ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ? എളുപ്പമല്ലേ? നമുക്ക് വേണ്ട ജീൻ ഇതാ, ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ജീൻ ഇതാ നമ്മുടെ ഡിസൈറബിൾ ജീൻ. ഡിസൈറബിൾ ജീനെ നമ്മൾ ആ മീഡിയത്തിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ചെടുക്കും. ഡിസൈറബിൾ ജീനെ ആ മീഡിയത്തിൽ നിന്ന് വേർതിരിക്കും. ഡിസൈർഡ് DNA കട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചുമ്മാ തോണ്ടിയല്ല എടുക്കുക, ഇങ്ങനെ ആ മീഡിയ ഉൾപ്പെടെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തിട്ട് നമ്മൾ വേർതിരിക്കും, എക്സ്ട്രാക്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എലൂഷൻ. ആ ജെല്ലിൽ നിന്ന്, ആ മീഡിയത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഡിസൈറബിൾ DNA നമ്മൾ കട്ട് ചെയ്തിട്ട് വേർതിരിക്കും. കട്ട് ആൻഡ് എക്സ്ട്രാക്റ്റഡ് അങ്ങനെ എടുക്കുന്നതിന് വിളിക്കുന്ന പേര്, ആ മീഡിയത്തിൽ നിന്ന് നമുക്ക് വേണ്ട ജീനെ വേർതിരിക്കുന്നതിന്റെ പേരാണ് എലൂഷൻ. സ്പൂണ് വെച്ച് DNA വേർതിരിക്കുന്നതാണ് സ്പൂളിങ്. അഗ്രോസ് മീഡിയത്തിൽ നിന്ന് നിങ്ങൾ ഡിസൈറബിൾ ജീനെ വേർതിരിക്കുന്നതാണ് എലൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം എന്ത് ചെയ്തു? കുറേ കഷ്ണങ്ങളെ ചെതറിച്ചു. എന്നിട്ട് നമ്മുടെ ജീനെ മാത്രം നമ്മളിങ്ങനെ വെളിയിലേക്ക് എടുത്തു. ബാക്കി ഒരു കഷ്ണവും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ജീനെ മാത്രം എടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്താ സാറേ? ഈ ഒരു ജീൻ കൊണ്ട് നമുക്ക് കുറച്ച് ഇൻസുലിൻ അല്ലേ കിട്ടുക? ഇതേ ജീന് തന്നെ കുറേ കോപ്പി ഉണ്ടാക്കണം. കുറേ കോപ്പി ഉണ്ടാക്കുന്നതിന്റെ പേര് ആംപ്ലിഫിക്കേഷൻ. ഈ കുറേ കോപ്പി ഉണ്ടാക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? ATM മെഷീന്റെ പേരെന്താ? PCR. PCR ഒരു മെഷീനാ. അതിലേക്ക് ഒരു ജീൻ ഇട്ട് കൊടുത്താൽ തൊട്ടപ്പുറത്തേക്ക് ഒരുപാട് ജീൻ തരും. അതിന്റെ തന്നെ കുറേ കോപ്പി തരും. ആ കോപ്പി ഉണ്ടാക്കുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. PCR, ആ ഉപകരണത്തിന്റെ പേര് PCR. അത് ചെയ്യുന്നത് എന്താ? ഒരു ജീന്റെ കുറെ കോപ്പി ഉണ്ടാക്കും, ആംപ്ലിഫൈ ചെയ്യും. ഈ PCR ഫുൾ നെയിം ചോദിക്കും മക്കളെ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാ വിളിക്കുക. അതിലെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. ഡേ എന്നോർത്താ മതി. ഡിനാച്ചുറേഷൻ ഉണ്ടടാ, അനലിങ് ഉണ്ട് മക്കളെ, എക്സ്റ്റൻഷൻ ഉണ്ട് മക്കളെ. ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. ഇതാണ് നമ്മുടെ ഡിസൈറബിൾ ജീൻ എന്നിരിക്കട്ടെ. ഇതാണ് 5' ഇത് 3', ഇത് 3', ഇത് 5'. ഇതാണ് മക്കളെ നമ്മുടെ ഡിസൈറബിൾ ജീൻ. ഇതിന്റെ കുറെ കോപ്പിയല്ലേ ഉണ്ടാക്കേണ്ടത്. ജീൻ എന്ന് പറഞ്ഞാൽ ഒരു DNA കഷ്ണമാ, അതിന് 2 ഇഴകൾ കാണും. ഇതാണ് മക്കളെ ജീൻ എന്ന് പറഞ്ഞാൽ. ഈ ജീനിനെ ഡിനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ 94 ഡിഗ്രി സെൽഷ്യസിൽ വർക്ക് ചെയ്യുക. 94 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ DNA ചൂടാക്കും. അതാണ് ഡിനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ. ചൂടാക്കുമ്പോൾ എന്താ പറ്റി അറിയാമോ? ഇത് രണ്ടും 2 കഷ്ണങ്ങളായിട്ട് വേർതിരിയും. ഒരുമിച്ചിരുന്ന 2 ഇഴകളും സെപ്പറേറ്റ് ആകും. അതാണ് ഡിനാച്ചുറേഷൻ. ജീൻ എടുക്കുന്നു, ചൂടാക്കുന്നു, 2 ഇഴകളും സെപ്പറേറ്റ് ആക്കുന്നു. ഇതാണ് മക്കളെ ഡിനാച്ചുറേഷൻ. അപ്പൊ ഇത് ഒരിഴ, ഇത് ഒരിഴ. ഇതതിന്റെ 5', ഇതതിന്റെ 3', ഇതിന്റെ 3', ഇതിന്റെ 5'. അനലിങ്ങിൽ എന്താ ചെയ്യുന്നറിയാമോ? ചെറിയ RNA കഷ്ണങ്ങളുണ്ട്. ചെറിയ RNA കഷ്ണങ്ങൾ. ആ RNA കഷ്ണങ്ങളെ 2 ഇഴകളുടെയും 3' എൻഡിൽ കൊണ്ട് ചേർത്ത് വെക്കും. ആ RNA കഷ്ണങ്ങളുടെ പേരാണ്
പ്രൈമർ എന്ന വിളിക്കുക. പ്രോബ് എന്നല്ല വിളിക്കുക, പ്രൈമർ എന്ന വിളിക്കുക. സാർ DNA കഷ്ണങ്ങളെ ചൂടാക്കി 2 ഇഴയും സെപ്പറേറ്റ് ആക്കി 2 ഇഴേന്റെയും 3' എൻഡിലേക്ക് ചെറിയ ചെറിയ 6 കഷ്ണങ്ങൾ കൊണ്ട് ഒട്ടിച്ചു വെക്കും. അതിന്റെ പേര് പ്രൈമർ എന്ന് വിളിക്കുക. ആ സ്റ്റെപ്പിന്റെ പേര് അനലിംഗ്. ഒട്ടിച്ചു വെക്കുന്ന സാധനം പ്രൈമർ, ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കുന്നതിന്റെ പേരാണ് അനലിംഗ് എന്ന് വിളിക്കുക. ഇനി അപ്പൊ അടുത്ത ആരുണ്ട് സാറേ? ഇത് 1 ഇഴ, ഇത് അടുത്ത ഇഴ, ഇത് 5', ഇത് 3', ഇത് 3', ഇത് 5', 2 ഇഴയായി. ഓരോ ഇഴന്റെയും അറ്റത്ത് ഞാൻ ആരെ കൊണ്ട് ചേർത്തു സാർ? പ്രൈമർ എന്ന് പറഞ്ഞ ചെറിയ 6 കൊണ്ട് ചേർത്തു. ഇനി ഈ സ്റ്റെപ്പിൽ എക്സ്റ്റൻഷൻ ആണല്ലോ അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ ഞാൻ ഒരു എൻസൈമിനെ കൊണ്ടുവരും. ആ എൻസൈമിന്റെ പേരാണ് ടോക്ക് പോളിമറൈസ്. ഈ എൻസൈമിന്റെ പേരെന്താ? ടോക്ക് പോളിമറൈസാ. ടോക്ക് പോളിമറൈസിന് ഞാൻ ഏത് സ്റ്റെപ്പിലാണ് കൊണ്ടുവരിക? എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ കൊണ്ടുവരും മക്കളെ. എന്നിട്ട് ഈ ടോക്ക് പോളിമറൈസ് എന്താ ചെയ്യുന്ന അറിയാമോ? ഈ പ്രൈമറിന്റെ അടുത്ത് പോയി നിൽക്കും. പ്രൈമറിന്റെ അടുത്ത് പോയിട്ട് ആര് നിൽക്കും? ടോക്ക് പോളിമറൈസ് എൻസൈമുകൾ നിൽക്കും. എന്നിട്ട് ഈ പ്രൈമറുകളെ അങ്ങോട്ട് വലിച്ചു നീട്ടും. ഈ പ്രൈമറുകളെ അങ്ങോട്ട് വലിച്ച് നീട്ടി 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 അതൊരു ഫുൾ പുതിയ ഇഴയാക്കി മാറ്റും. അതൊരു ഫുൾ പുതിയ ഇഴയാക്കി മാറ്റും. അപ്പൊ ഇതെന്തായി സാർ? ഒരു പുതിയ DNA ആയിട്ട് മാറി. ഈ പ്രൈമറുകളെ വലിച്ചു നീട്ടും ആര്? ടോക്ക് പോളിമറൈസ്. അപ്പൊ ഇതിനെന്ത് വന്നു സാർ? പുതിയൊരു ഇഴ വന്നു. അപ്പൊ ഇതെന്തായി സാർ മക്കളെ? അടുത്ത DNA ആയി മാറി. അപ്പൊ നമ്മൾ എടുത്തത് ഒരൊറ്റ DNA ആണെങ്കിലും ഇപ്പൊ എത്ര DNA കിട്ടി? 2 DNA കിട്ടി. സാർ നമ്മൾ ഒരു DNA എടുത്തു, അതിനെ 2 ഇഴകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ 3' എൻഡിൽ നമ്മൾ എന്തുകൊണ്ട് ചേർത്തു? പ്രൈമർ കൊണ്ട് ചേർത്തു. എന്നിട്ട് എക്സ്റ്റൻഷനിൽ ഒരു എൻസൈം വന്നു, അതിന്റെ പേര് ടോക്ക് പോളിമറൈസ്. ടോക്ക് പോളിമറൈസ് ഇവിടെ വന്ന് പ്രൈമറിന്റെ അടുത്ത് നിൽക്കും. എന്നിട്ട് ആ ഇഴകളെ പിടിച്ചങ്ങ് വലുതാക്കും. വലുതാക്കി അപ്പൊ ഇതെന്തായി? ഇവർക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് വരും. ഇതൊരു പുതിയ DNA ആയി. ഈ ഇഴ അങ്ങോട്ട് വലുതാക്കി ഇവർക്കിടയിൽ പുതിയ DNA ആയി. ഇവര് പുതിയ DNA ആയി. അപ്പൊ നോക്ക്, എടുത്തത് ഒരൊറ്റ DNA ആണെങ്കിലും കിട്ടിയത് എത്ര DNA? 2 DNA. ഒരു DNA ഒരു വട്ടം PCR പറഞ്ഞു വിട്ടാൽ 2 ആകും. 2 DNA PCR പോയാൽ 4 ആകും. 4 8 ആകും. 8 16 ആകും. ഇങ്ങനെ ഇരട്ടി കോപ്പികൾ ഉണ്ടാക്കാം. 1 ബില്യൺ കോപ്പീസ് ഉണ്ടാക്കാം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാ. ഒരു ജീന്റെ തന്നെ 100 കോടി കോപ്പി ഉണ്ടാക്കാം PCR വഴി. ഓക്കെ, ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സ്പീഡിൽ പറയുന്നത് സമയമില്ലാത്തതുകൊണ്ടാട്ടോ. അപ്പൊ നോക്ക് സാർ, എക്സ്റ്റൻഷനിൽ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ആണല്ലോ 3ാമത്തെ സ്റ്റെപ്പ്. ആ എൻസൈമില് ആ സ്റ്റേജില് ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ടാക്ക് പോളിമറൈസ്. ആ എൻസൈമിന്റെ പേരെന്താ മക്കളെ? ടാക്ക് പോളിമറൈസ് എന്നാ വിളിക്കുക. ഈ എൻസൈമിന്റെ 2 പ്രത്യേകത പഠിക്കണം. ഈ എൻസൈമുകൾ തെർമോസ്റ്റേബിൾ ആണ്. തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ടെമ്പറേച്ചർ കൊടുത്താലും ഈ എൻസൈം വർക്ക് ചെയ്യും. എത്ര ഹൈ ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്ന എൻസൈമാണ് തെർമോസ്റ്റേബിൾ. തെർമോ മീൻസ് ടെമ്പറേച്ചർ സ്റ്റേബിൾ ആണ്. എത്ര ടെമ്പറേച്ചറിലും സ്റ്റേബിൾ ആണ് മക്കളെ ആര്? ടോക്ക് പോളിമറൈസ്. രണ്ടാമത്, ഈ എൻസൈം വേർതിരിച്ചത് ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ആ ബാക്ടീരിയന്റെ പേര് ഓർത്ത് വെച്ചോ, ദർമസ് അക്വാട്ടിക്കസ്. ഇത് വേർതിരിച്ച ബാക്ടീരിയന്റെ പേരെന്താ? ദർമസ് അക്വാട്ടിക്കസ്. ഇത് എത്ര ടെമ്പറേച്ചർ കൊടുത്താലും വർക്ക് ചെയ്യുന്ന എൻസൈമാണ്. ഇത് വേർതിരിച്ചത് ദർമസ് അക്വാട്ടിക്കസിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു സാർ? PCR വഴി ഒരു ജീന്റെ തന്നെ കുറെ കോപ്പി ഉണ്ടാക്കി. PCRൽ എക്സ്റ്റൻഷനിൽ ഉപയോഗിക്കുന്ന ഡെർമോസ്റ്റേബിൾ എൻസൈമിന്റെ പേര് ടോക്ക് പോളിമറൈസ്. ഇത് ഏത് ബാക്ടീരിയ നിന്നാ വേർതിരിച്ചേ? ദർമസ് അക്വാട്ടിക്കസ്. ഇനി എന്താ സാർ? ഒരു ജീന്റെ തന്നെ നമ്മൾ കുറെ കോപ്പി ഉണ്ടാക്കി, കുറെ ഇൻസുലിൻ ജീൻ ഉണ്ടാക്കി. ഇത് ഒരു ഡിസേബിൾ ജീനെ തന്നെ കുറെ കോപ്പി കേട്ടോ. കുറെ ജീന്റെ കുറെ കോപ്പിയല്ല, നമ്മൾ അഗ്രോസിൽ ഇലക്ട്രോഫോറസിസ് വഴി വേർതിരിച്ച ഒരു ഡിസേബിൾ ജീനെ തന്നെ കുറെ കോപ്പി ഉണ്ടാക്കി. ഇനി ഓരോ കോപ്പീനെ എടുത്തിട്ട് ഓരോ ഡിസേബിൾ ഡിസേബിൾ ജീൻ എടുത്ത് നമ്മൾ വെക്ടറുമായി കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ എന്താ വിളിക്കുക? ആ DNA എന്നാ വിളിക്കുക. നമുക്ക് ഒരു സെല്ലിലേക്ക് ചുമ്മാതെ ഒരു ജീനെ കൊണ്ടിടാൻ പറ്റില്ല. ഒരു ഡിസേബിൾ ജീനെ കൊണ്ടിടാൻ പറ്റില്ല. ഒരു ഡിസേബിൾ ജീനെ ഒരു സെല്ലിലേക്ക് പറഞ്ഞു വിടണമെങ്കിൽ ആദ്യം അവരെ വെക്ടറുമായി കൂട്ടിച്ചേർത്തിട്ട് വേണം കൊണ്ടിടാൻ. വെക്ടറാണ് ഈ ജീനെ എടുത്തുകൊണ്ട് പോവുക. വെക്ടറുമായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ DNA എന്നാ വിളിക്കാം. ഡിസേബിൾ ജീനെയും വെക്ടറിനെ കൂട്ടിച്ചേർക്കുന്ന എൻസൈമാണ് ലിഗേസ് എൻസൈം എന്നാ വിളിക്കുക. ലിഗേസ് എൻസൈമിന്റെ വേറൊരു പേരാണ് മോളിക്യുലാർ ഗ്ലൂ. മോളിക്യുലാർ സിസർ ആരാ? റെസ്ട്രിക്ഷൻ എൻസൈമുകളാ. മോളിക്യുലാർ ഗ്ലൂ ആരാ? ലിഗേസ് എൻസൈമുകളാ മക്കളെ.
ഒരു വെക്ടറിന് വേണ്ട പ്രോപ്പർട്ടി എന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. ഒന്ന്, അവരുടെ ദേഹത്ത് ചില ജീനുകൾ വേണം, സ്പെഷ്യൽ ജീനുകൾ വേണം. ആ ജീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാ സെലക്റ്റബിൾ മാർക്കർ. മൂന്നാമത്തത് ക്ലോണിംഗ് സൈറ്റുകൾ വേണം. ആ വെക്ടറിനെ മുറിക്കാൻ പറ്റണം ചില എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റുന്ന സൈറ്റിന്റെ പേരാണ് ക്ലോണിംഗ് സൈറ്റ്. ഒരു വെക്ടറിന്റെ ഫീച്ചർ ചോദിക്കും, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, ചില സ്പെഷ്യൽ ജീൻ വേണം, അതിന്റെ പേരാ സെലക്റ്റബിൾ മാർക്കർ. ആ ജീൻ, ആ വെക്ടറിനെ എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റുന്ന സ്ഥലം വേണം, ആ സ്ഥലത്തിന്റെ പേരാ ക്ലോണിംഗ് സൈറ്റ്. നിങ്ങൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് PBR322. അതിന് ഇവിടെ ആരുണ്ട്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ വേറൊരു ജീൻ ഉണ്ട്, അതിന്റെ പേരാണ് ROP ജീൻ. ഇവിടുത്തെ ജീൻ ആരാ സാർ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആയി. രണ്ടാമത്തെ സ്പെഷ്യൽ ജീൻ ഉണ്ട് ഇവിടെ. ഒന്നാണ് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്, ആംബിസിലിൻ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജീൻ. അടുത്ത ടെട്രാസൈക്കിളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജീനാണ് ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീൻ. ആംബിസിലിൻ റെസിസ്റ്റന്റ്, ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ്, ഇത് രണ്ടുമാണ് ഇതിലെ സ്പെഷ്യൽ ജീനുകൾ. സ്പെഷ്യൽ ജീനിന്റെ പേരെന്താ? സെലക്റ്റബിൾ മാർക്കർ എന്നാ വിളിക്കുക. ഇനി ഈ വെക്ടറിനെ പല ഭാഗങ്ങളിലായിട്ട് എൻസൈമിന് മുറിക്കാൻ പറ്റും. ഈ എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റുന്ന സൈറ്റിന്റെ പേരാണ് ക്ലോണിംഗ് സൈറ്റുകൾ എന്നാ വിളിക്കുക. എടാ, വെക്ടറിനെ പൊട്ടിച്ചിട്ടല്ലേ ജീൻ കയറ്റി വെക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം വെക്ടറിനെ പൊട്ടിക്കാൻ പറ്റണം എൻസൈമുകൾക്ക്. വെക്ടറിനെ നിങ്ങൾ ഏത് ജീൻ വെച്ചാണോ പൊട്ടിക്കുക, അതേ ജീൻ വെച്ച് വേണം നിങ്ങൾ ഈ ഡിസേബിൾ ജീനെ മുറിച്ചെടുക്കാൻ. വെക്ടർ നോക്കേ, ഇതാണ് ഇൻസുലിൻ ജീൻ, ഇതാണ് വെക്ടർ. ഈ വെക്ടറിനെ പൊട്ടിച്ചിട്ടാണ് ഇൻസുലിൻ ജീൻ കയറ്റി വെക്കുക. വെക്ടറിനെ പൊട്ടിക്കുന്ന ആരാ? EcoR1 ആണെങ്കിൽ ഈ ജീനെ വേർതിരിച്ചതും EcoR1 ആയിരിക്കണം, എങ്കിൽ അവർ വൃത്തിക്കൊന്ന് കയറ്റി വെക്കാൻ പറ്റുള്ളൂ. രണ്ടുപേരെ മുറിച്ചത് ഒരേ എൻസൈം ആയിരിക്കണം. ഈ ഡിസേബിൾ ജീൻ മുറിച്ചെടുത്തത് EcoR1 വെച്ചാണെങ്കിൽ അത് കയറ്റി വെക്കാൻ പോകുന്ന വെക്ടർ പൊട്ടിക്കുന്നതും EcoR1 വെച്ചായിരിക്കണം, എങ്കിലേ രണ്ടുപേരും വൃത്തിക്ക് തിരികെ ഇരിക്കുകയുള്ളൂ. ഇവരെ കൂട്ടിച്ചേർത്ത് വെക്കുന്നതാണ് ലിഗേസ് എൻസൈം എന്ന് പറഞ്ഞാൽ. വെക്ടറുകൾ കുറേ ടൈപ്പ് ഉണ്ട്. പ്ലാസ്മിഡുകൾ വെക്ടറാണ്, റിട്രോ വൈറസുകളും വെക്ടറാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്മിഡ് ആരാ? PBR322, പിന്നെ TI പ്ലാസ്മിഡ്. PBR322 ഏത് ബാക്ടീരിയയില കാണാ? ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയില കാണാ, എച്ചെരിച്ച കോളൈ. TI പ്ലാസ്മിഡ് എവിടെ കാണാ മക്കളെ? അഗ്രോ ബാക്ടീരിയം എന്ന് പറഞ്ഞ ബാക്ടീരിയയില മക്കളെ കാണാം. വെക്ടറിന് രണ്ട് മെയിൻ ടൈപ്പുകൾ ഉണ്ട്, ഒന്ന് പ്ലാസ്മിഡ്, ഒന്ന് റെട്രോ വൈറസ്. പ്ലാസ്മിഡ് വീണ്ടും രണ്ട് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. PBR322, TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. PBR322 എവിടുന്നാ കിട്ടിയേ? ഈക്കോളൈ എന്നാ കിട്ടിയേ. TI പ്ലാസ്മിഡ് എവിടുന്നാ കിട്ടിയേ? അഗ്രോ ബാക്ടീരിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ എന്നാ കിട്ടിയേ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ സാർ? ഇപ്പൊ RDNA ഉണ്ടാക്കി, രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് RDNA ഉണ്ടാക്കി. ഇതിനെ നേരെ ഇനി ഹോസ്റ്റ് സെല്ലിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി. ട്രാൻസ്ഫറിങ് RDNA ഇൻടു ഹോസ്റ്റ്. ചില ഹോസ്റ്റ് സെല്ല് ഒന്നും കയറില്ല, അത് ചിലപ്പം വെക്ടർ ആയിരിക്കാം, അത് ചിലപ്പം പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ വെക്ടർ ആണല്ലോ, വെക്ടറിന്റെ ടൈപ്പ് ആണല്ലോ പ്ലാസ്മിഡ്. ചിലപ്പം വെക്ടർ മാത്രമായിരിക്കും കയറുക, ചിലപ്പം RDNA ആയിരിക്കും കയറുക. ഒന്നും കയറാത്ത ചില ഹോസ്റ്റ് സെല്ലുണ്ട്. ഒന്നും കയറാത്ത സെല്ലുകളെ വിളിക്കുന്ന പേരാണ് നോൺ ട്രാൻസ്ഫോർമെന്റ് എന്ന് വിളിക്കുക. ഒരു സെല്ലിൽ ഒന്നും കയറിയിട്ടില്ല, വെക്ടറോ RDNA ഒന്നും കയറിയിട്ടില്ല, അതാ മക്കളെ നോൺ ട്രാൻസ്ഫോർമെന്റ് എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ കയറിയ സെല്ലുകളെയാണ് നമ്മൾ ട്രാൻസ്ഫോർമെന്റ് എന്ന് വിളിക്കുക. ഒന്നും കയറാത്ത നോൺ ട്രാൻസ്ഫോർമെന്റ്, എന്തെങ്കിലും കയറിയവരാരാ മക്കളെ? ട്രാൻസ്ഫോർമെന്റ് സെല്ലുകൾ എന്നാ നമ്മൾ വിളിക്കുക. ഓക്കെ, എന്തെങ്കിലും കയറിയവർ ട്രാൻസ്ഫോർമെന്റ് ആണല്ലോ. ഈ കയറിയത് വെറും പ്ലാസ്മിഡ് ആണെന്നിരിക്കട്ടെ, വെറും വെക്ടർ ആണെന്നിരിക്കട്ടെ. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ വെക്ടറിന്റെ ടൈപ്പ് ആണല്ലോ. വെറും വെക്ടർ മാത്രം കയറിയ സെല്ലുകളാണ്, വെറും വെക്ടർ മാത്രം കയറിയ സെല്ലുകളെ വിളിക്കുന്ന പേരാ നോൺ റീകോമ്പിനന്റ്. വെറും വെക്ടർ മാത്രം കയറിയവരാരാ? നോൺ റീകോമ്പിനന്റ് എന്നാ വിളിക്കാം. നോക്ക്, ഹോസ്റ്റ് സെല്ലിനെ രണ്ടായി തിരിക്കാം. ഒന്ന് ഏതാ? ഒന്ന് സാറേ നോൺ ട്രാൻസ്ഫോർമെന്റ്, ഒന്നും കയറാത്തവർ. ഒന്ന് ഏതാ? ട്രാൻസ്ഫോർമെന്റ്. ട്രാൻസ്ഫോർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ചിലപ്പം വെക്ടർ ആയിരിക്കും കയറിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ആരാ സാറേ? RDNA ആയിരിക്കും. എന്താ വെക്ടറും RDNA നമ്മളെ വ്യത്യാസം? വെക്ടറിന്റെ കയ്യിൽ ഡിസേബിൾ ജീൻ ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരാണ് RDNA. ഏതെങ്കിലും ഒന്ന് കയറിയവരാണ് ട്രാൻസ്ഫോർമെന്റ്സ്. ഈ ട്രാൻസ്ഫോർമെന്റ്സിനെ വീണ്ടും രണ്ടാക്കാം സാർ. ട്രാൻസ്ഫോർമെന്റ്സിനെ നമുക്ക് വീണ്ടും രണ്ടാക്കാം സാർ. ചില സെല്ലിൽ വെക്ടർ മാത്രമേ കയറൂ, വെക്ടർ മാത്രം കയറിയവരാണ് നോൺ റീകോമിനന്റ്. നോൺ റീകോമിനന്റ് എന്ന് വിളിക്കുക. ചില സെല്ലിൽ വെക്ടർ അല്ല കയറുക, ചില സെല്ലിൽ കയറുന്ന ആരാ? വെക്ടറിന്റെ മുകളിൽ ഡിസേബിൾ ജീൻ കാണും. വെക്ടറിന്റെ മുകളിൽ ഡിസേബിൾ ജീൻ ഉണ്ടെങ്കിൽ നമ്മൾ RDNA എന്നല്ല വിളിക്കുക. RDNA കയറിയ സെല്ലുകളുണ്ട്, അവരുടെ പേരാണ് റീകോമിനന്റ് സെൽ. സാർ, എന്തെങ്കിലും കയറിയത് ട്രാൻസ്ഫോർമെന്റ്, ഒന്നും കയറാത്തത് നോൺ ട്രാൻസ്ഫോർമെന്റ്. ട്രാൻസ്ഫോർമെന്റ് രണ്ടാക്കാം. വെക്ടർ കയറിയവൻ നോൺ റീകോമിനന്റ്, RDNA കയറിയവനാണ് റീകോമിനന്റ്. ഇതിൽ നോൺ ട്രാൻസ്ഫോർമെന്റ് നമുക്ക് വേണ്ട, നോൺ റീകോമിനന്റ് നമുക്ക് വേണ്ട. നമുക്ക് എപ്പോഴും റീകോമിനന്റാ വേണ്ടത്, കാരണം അവിടെ അല്ലേ RDNA കയറൂ, അതിന്റെ മുകളിലല്ലേ ഡിസേബിൾ ജീൻ ഉള്ളൂ. നമുക്ക് ഡിസേബിൾ ജീൻ വെച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കലല്ലേ നമ്മുടെ പണി. നമുക്ക് എപ്പോഴും റീകോമിനന്റ് സെല്ലുകൾ മതി.
ഇതാണ് മക്കളെ PBR322. അതിന്റെ മുകളിൽ ആംബിസിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. നോക്ക്, ഇതാണല്ലോ ആംബിസിൻ റെസിസ്റ്റന്റ് ജീന്, ഇതാണല്ലോ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനെ ഞാൻ മുറിച്ചു, എന്നിട്ട് ഞാൻ അവിടെ ആരെ കയറ്റി വെച്ചു? നമ്മുടെ ഡിസൈറബിൾ ജീനെ കയറ്റി വെച്ചെന്നിരിക്കട്ടെ. ഈ വെക്ടറിൽ ആംബിസിൻ റെസിസ്റ്റന്റ് ജീനും ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ഉണ്ട്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനെ ഞാൻ കട്ട് ചെയ്തു. ഏത് വെച്ച്? റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തിട്ട് അതിരുന്ന സ്ഥലത്താണ് ഞാൻ ആരെ കയറ്റി വെച്ചത്? ഡിസൈറബിൾ ജീനെ കയറ്റി വെച്ചെന്നിരിക്കട്ടെ. ഇനി ഇപ്പം ഈ വെക്ടറിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്? ആംബിസിൻ റെസിസ്റ്റന്റ് ജീൻ അതേപോലെ കാണും, അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ, അത് സുഖമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, അതിനൊന്നും പറ്റിയിട്ടില്ല, അത് നല്ല വൃത്തിക്ക് പ്രവർത്തിക്കും. എന്നാൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ പ്രവർത്തിക്കില്ല. കാരണം എന്താ? അതിനെ പൊട്ടിച്ചിട്ടാണ്, അതിന്റെ സൈറ്റിലാണ് നമ്മൾ ഡിസേബിൾ ജീനെ കയറ്റി വെച്ചത്. ഒരു ജീൻ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ സാർ, ഇതാണ് PBR322. ഇവിടെ ആരുണ്ട്? ആംബിസിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്, വൃത്തിക്ക് പ്രവർത്തിക്കുക. ഇവിടെ ആരുണ്ട് സാറേ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ടെന്നിരിക്കട്ടെ. ഈ ജീനെ നമ്മൾ കട്ട് ചെയ്തു, എന്നിട്ട് അവിടെ നമ്മൾ ആരെ കയറ്റി വെച്ചു? ഡിസൈറബിൾ ജീനെ കയറ്റി വെച്ചെന്നിരിക്കട്ടെ. ഒരു ജീനെ നമ്മൾ മുറിച്ചിട്ട് അവിടെ വേറൊരു ജീനെ കയറ്റി വെച്ചാൽ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനെ മുറിച്ചിട്ട് അവിടെ നിങ്ങളുടെ ഡിസൈറബിൾ ജീനെ കയറ്റി വെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ പിന്നെ പ്രവർത്തിക്കില്ല. ഒരു ജീനെ മുറിച്ച് നിങ്ങൾ അവിടെ വേറൊരു ജീനെ കയറ്റി വെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ പിന്നെ പ്രവർത്തിക്കാതാകും. അതിന് വിളിക്കുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. എന്താ വിളിക്കുക? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്നാ വിളിക്കുക. ഒരു ജീനെ മുറിച്ചിട്ട് അവിടെ നിങ്ങൾ വേറൊരു ജീൻ കയറ്റി വെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ പിന്നെ പ്രവർത്തിക്കില്ല. അതിന്റെ പേരാ മക്കളെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ പ്രവർത്തിക്കുന്ന ജീന നല്ല വൃത്തിക്ക് പ്രവർത്തിക്കായിരുന്നു, പക്ഷെ ആ ജീനെ മുറിച്ചിട്ട് അവിടാണ് നിങ്ങൾ ഡിസൈറബിൾ ജീനെ കയറ്റി വെച്ചത്. ഇനി അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ പ്രവർത്തിക്കില്ല. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഹോസ്റ്റ് സെല്ലിനെ രണ്ടായി തിരിക്കാം. ഒന്നും കയറാത്തവന്റെ പേരെന്താ? നോൺ ട്രാൻസ്ഫോർമെന്റ്. എന്തെങ്കിലും അത് വെക്ടർ ആകാം, RDNA ആകാം, എന്തെങ്കിലും കയറിയതിന്റെ പേരെന്താ? ട്രാൻസ്ഫോർമെന്റ് എന്നാ വിളിക്കുക. നോൺ ട്രാൻസ്ഫോർമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കയറാത്തവൻ, വെക്ടറോ DNA ഏതെങ്കിലും ഒന്ന് കയറിയവൻ, അത് വെക്ടർ ആകാം, വെക്ടർ കയറിയവനാകാം, അല്ലെങ്കിൽ അവിടെ ആരാ കയറുക? RDNA കയറാം. ഏതെങ്കിലും ഒന്ന് കയറിയവൻ ആരാ? ട്രാൻസ്ഫോർമെന്റ് എന്നാ വിളിക്കുക. ഈ നോൺ ട്രാൻസ്ഫോർമെന്റിനെയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ആരെ വേണ്ട? നോൺ ട്രാൻസ്ഫോർമെന്റ് ആവശ്യമില്ല, നമുക്ക് ട്രാൻസ്ഫോർമെന്റ് മതി. നോൺ ട്രാൻസ്ഫോർമെന്റുകളെ നോൺ ട്രാൻസ്ഫോർമെന്റിൽ നിന്ന് വേർതിരിക്കുന്ന സെലക്ടബിൾ മാർക്കറാണ്. നോൺ ട്രാൻസ്ഫോർമെന്റ് നമുക്ക് വേണ്ട, നമുക്ക് ട്രാൻസ്ഫോർമെന്റ് മാത്രം സെലക്ട് ചെയ്താൽ മതി. നോൺ ട്രാൻസ്ഫോർമെന്റുകളെ ഒഴിവാക്കി ട്രാൻസ്ഫോർമെന്റുകളെ മാത്രം സെലക്ട് ചെയ്യണം. അതിന് സഹായിക്കുന്ന സെലക്ടബിൾ മാർക്കറാണ് ആര്? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ. ഓർത്തോണം, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്റെ പണി എന്താ? നോൺ ട്രാൻസ്ഫോർമെന്റുകളെ ഒഴിവാക്കുന്നു, ട്രാൻസ്ഫോർമെന്റുകളെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഇവരെ സെലക്ടബിൾ മാർക്കർ, സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന മാർക്കർ ജീനുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്ക് സാർ. ഈ ട്രാൻസ്ഫോർമൻസ് വീണ്ടും രണ്ടായി തിരിക്കാലോ. നോൺ ട്രാൻസ്ഫോർമൻസ് നമുക്ക് ഒഴിവാക്കി, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഉപയോഗിച്ചാൽ ഇവൻ ഒഴിവായിക്കോളും, ഇവനെ മാത്രം കിട്ടും. നോക്ക് മക്കളെ, ഇവർ രണ്ടുപേരുണ്ട്. ട്രാൻസ്ഫോർമൻസ് വീണ്ടും രണ്ടായി തിരിക്കാം. എന്താ സാറേ ട്രാൻസ്ഫോർമൻസ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫോർമൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹോസ്റ്റ് സെല്ലിന്റെ ടൈപ്പാട്ടോ. ഹോസ്റ്റ് സെല്ലിന്റെ ടൈപ്പാ. ഒന്നും കയറാത്തവൻ നോൺ ട്രാൻസ്ഫോർമെന്റ്, എന്തെങ്കിലും കയറിയ ഹോസ്റ്റ് സെല്ലാണ് ട്രാൻസ്ഫോർമെന്റ്. ഈ എന്തെങ്കിലും കയറിയവൻ ട്രാൻസ്ഫോർമെന്റ് എന്നല്ലേ വിളിക്കുക. ഇവനെ രണ്ടായി തിരിക്കാം. ചില ഹോസ്റ്റ് സെല്ലിൽ കയറുന്നത് വെക്ടറാ, ചില ഹോസ്റ്റ് സെല്ലിൽ വെക്ടർ മാത്രമാ കയറുക. വെക്ടർ മാത്രം കയറിയ ആ ഹോസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് നോൺ റീകോമ്പിനന്റ് സെൽ. നോൺ റീകോമ്പിനന്റ് എന്നാ വിളിക്കുക. വെക്ടർ മാത്രം കയറിയ ഹോസ്റ്റ് സെല്ലിന്റെ പേരാണ് നോൺ റീകോമ്പിനന്റ്. ഇനി ചിലപ്പം ചില ഹോസ്റ്റ് സെല്ലിൽ കയറുന്നത് ആരാ? RDNA. RDNA മാത്രം കയറിയ ആ ഹോസ്റ്റ് സെല്ലിന്റെ പേരാണ് റീകോമ്പിനന്റ് സെൽ. വെക്ടർ കയറിയവൻ നോൺ റീകോമിനന്റ്, RDNA കയറിയവൻ റീകോമിനന്റ്. നമുക്കിതിൽ ആരെ മതി സാറേ? റീകോമിനന്റ് മതി. ഇവരെ തമ്മിൽ അപ്പം വേർതിരിക്കണ്ടേ? എങ്ങനെങ്കിലും നോൺ റീകോമിനന്റിനെ മാറ്റി നമുക്ക് റീകോമിനന്റുകളെ മാത്രം സെലക്ട് ചെയ്യണം. അതിനുപയോഗിക്കുന്ന ജീനുകളാ മക്കളെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എന്താ ചെയ്യുക? നോൺ ട്രാൻസ്ഫോർമെന്റുകളെ ഒഴിവാക്കുന്നു, ട്രാൻസ്ഫോർമെന്റുകളെ മാത്രം സെലക്ട് ചെയ്യുന്നു. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ എന്താ ചെയ്യുക? നോൺ റീകോമിനന്റുകളെ ഒഴിവാക്കുന്നു, റീകോമിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പൊ ട്രാൻസ്ഫോർമെന്റ് ആയിക്കോട്ടെ, റീകോമിന്റ് ആയിക്കോട്ടെ, അവരെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ജീനുകളെ നമ്മൾ എന്ത് വിളിക്കുക? സെലക്ടബിൾ മാർക്കർ എന്ന് വിളിക്കുക. അപ്പൊ സെലക്ടബിൾ മാർക്കർക്ക് എക്സാമ്പിൾ ഏതാ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. അപ്പൊ സാർ
നോൺ ട്രാൻസ്ഫോർമെന്റുകളിൽ നിന്ന് വേർതിരിക്കുന്ന ആരാ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനാണ്. നോൺ റീകോമ്പിനന്റുകളെ റീകോമ്പിനന്റിൽ നിന്ന് വേർതിരിക്കുന്ന ആരാ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനുകളാണ്. ഇനി വേറെ ജീൻ ഉണ്ട്, ആ ജീന്റെ പേരാ ലാക്സെഡ് ജീൻ. ഈ ജീന്റെ പേരെന്താ? ലാക്സെഡ് ജീൻ. ഈ ജീൻ വെച്ചും നമുക്ക് എന്ത് ചെയ്യാം? നോൺ റീകോമ്പിനന്റുകളെ റീകോമ്പിനന്റിൽ നിന്ന് വേർതിരിക്കാം. നോൺ റീകോമ്പിനന്റുകളെ ഒഴിവാക്കി റീകോമ്പിനന്റുകളെ മാത്രം തിരഞ്ഞെടുക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് ജീൻ ഉപയോഗിക്കാം. ഒന്ന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാക്സെഡ് ജീൻ ഉപയോഗിക്കാം. ഈ ലാക്സെഡ് ജീൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് വിളിക്കുക. ലാക്സെഡ് ജീൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്താ? ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ എന്ന് വിളിക്കുക. ഈ ജീൻ പ്രസൻസിൽ നോൺ ട്രാൻസ്ഫോർമൻസ് ബ്ലൂ കളറിലാണ് കാണാം. നോൺ ട്രാൻസ്ഫോർമൻസ് ബ്ലൂ കളറിൽ കാണും. നോൺ റീകോമിനന്റ് ബ്ലൂ കളറിൽ കാണും. റീകോമിനന്റുകൾ വൈറ്റ് കളറിലും കാണും കേട്ടോ. അപ്പൊ വൈറ്റ് ഉള്ളതൊക്കെ റീകോമിനന്റാ. അപ്പൊ വൈറ്റിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നോൺ റീകോമിനന്റുകളെയും റീകോമിനന്റുകളെയും എങ്ങനെ സെലക്ട് ചെയ്യും? സാർ, ഒന്നെങ്കിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ലാക്സെഡ് ജീൻ ഉപയോഗിച്ചാൽ മതി. ലാക്സെഡ് ജീൻ ഉണ്ടെങ്കിൽ ലാക്സെഡ് ജീനാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാക്കുക. ഈ എൻസൈം, ഈ പ്രോട്ടീനാണ് മക്കളെ. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീനാണ്. ബ്ലൂ കളർ കൊടുക്കുക കേട്ടോ, ബ്ലൂ കളർ കൊടുക്കുക. അത്ര ഓർത്ത് വെച്ചാൽ മതി. ലാക്സെഡ് ജീൻ വെച്ച് നോൺ റീകോമിനന്റിനെയും തരംതിരിക്കാം. ലാക്സെഡ് ജീൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. അതൊരു പ്രോട്ടീനാ. ആ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ ബ്ലൂ കളർ കിട്ടാറുള്ളൂ. നോൺ റീകോമന്റുകൾക്ക് ബ്ലൂ കളർ ഉണ്ടാകും, റീകോമന്റുകൾക്ക് വൈറ്റ് കളറാണ് ഉണ്ടാകുക. അപ്പൊ വൈറ്റ് കളറുള്ളവരെ എടുത്താൽ മതി, റീകോമന്റുകൾ നമുക്ക് മതിയല്ലോ. ഓക്കെ, അപ്പൊ നോക്ക് സാറേ, ഇൻസെക്ഷൻ ആക്ടിവേഷൻ എന്ന് വിളിച്ചു. ഓക്കെ, ബീറ്റാ ഗാലക്ടോസിഡേസ്. ഓക്കെ, ഇതൊരു വെക്ടറാ. ബ്ലൂ വൈറ്റ് സെലക്ഷൻ എന്നാ വിളിക്കാം. ബ്ലൂ കളർ ഉള്ളത് ആർക്കാ? നോൺ റീകോമിനന്റുകൾക്ക്. വൈറ്റ് കളർ ആർക്കാ? റീകോമിനന്റുകൾക്ക്. ഓർത്താ മതി. ബ്ലൂ കളർ ഉള്ളവർ ആരാ? നോൺ റീകോമിനന്റുകളാ. വൈറ്റ് കളർ ഉള്ളവർ ആരാ? റീകോമിനന്റുകളാ. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ മക്കളെ. അടുത്ത് നോക്കി. അപ്പം ഓസിസ് സെല്ലിനുള്ളിലേക്ക് നമ്മൾ RDNA പറഞ്ഞു വിട്ടു. ഇനി നേരെ എന്ത് ചെയ്യണം? ഈ സെല്ലിനെ കൊണ്ടുവന്നിട്ട് ഈ RDNA ഉള്ള, ഇതാണല്ലോ RDNA, ഈ RDNA ഉള്ള ഓസിസ് സെല്ലിനെ നേരെ കൊണ്ടുവന്നിട്ട് ഒരു മീഡിയത്തിലിട്ട് വളർത്തണം. ആ മീഡിയത്തിന്റെ പേരാണ്, ആ മീഡിയം കൊടുക്കുന്ന പാത്രത്തിന്റെ പേരാണ് ബയോറിയാക്ടർ. ബയോറിയാക്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്. സിമ്പിൾ സൈഡ് ടാങ്ക് റിയാക്ടർ, സിമ്പിൾ സൈഡ് ടാങ്ക് റിയാക്ടർ ഉണ്ട്. ഇങ്ങനെ അടിവശം ഇങ്ങനെ കേർവ്ഡ് ആയിരിക്കും. സ്പാർജിഡ് സൈഡ് ടാങ്ക് റിയാക്ടർ അവരുടെ അടിവശം ഇങ്ങനെ പരന്നിട്ടായിരിക്കും. രണ്ട് ടൈപ്പ് ബയോറിയാക്ടർ ഉണ്ട്. സിമ്പിൾ സൈഡ് ടാങ്ക് റിയാക്ടർ അടിവശം ഇങ്ങനെ കേർവ്ഡ് ആയിരിക്കും. സ്പാർജിഡ് സൈഡ് ടാങ്ക് റിയാക്ടർ അടിവശം ഇങ്ങനെ നേരെ ആയിരിക്കും മക്കളെ. അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബയോറിയാക്ടറിൽ പ്രൊഡക്റ്റ് ഉണ്ടായി, ഇൻസുലിൻ ജീൻ പ്രവർത്തിച്ച് ബയോറിയാക്ടറിൽ ഇൻസുലിൻ ഉണ്ടാക്കി. ഈ ഇൻസുലിൻ നമ്മൾ വേർതിരിക്കും, അതിന്റെ പേരാണ് എക്സ്ട്രാക്ഷൻ. എന്നിട്ട് അതിനെ ശുദ്ധീകരിക്കും, അതിന്റെ പേര് പ്യൂരിഫിക്കേഷൻ. പിന്നെ അഴുക്കാകാതിരിക്കാൻ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. പ്രൊഡക്റ്റിനെ വേർതിരിച്ചു, ശുദ്ധീകരിച്ചു, പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു, എന്നിട്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വിടും. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പിന്റെ പേരാണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഗുണനിലവാരം ചെക്ക് ചെയ്യും, അതാണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. സത്യത്തിൽ നമ്മൾ എക്സ്ട്രാക്ഷൻ, പ്യൂരിഫിക്കേഷൻ ഇതിനെ ചേർത്ത് വിളിക്കുന്ന പേരാ ഡൗൺ സ്ട്രീം പ്രോസസ് എന്നാ പഠിച്ചത്. പക്ഷേ ഈ 4 സ്റ്റെപ്പിനെ കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. ബയോറിയാക്ടറിൽ നിന്ന് ഉൽപ്പന്നത്തെ വേർതിരിച്ചു, അത് എക്സ്ട്രാക്ഷൻ. വേർതിരിച്ചിനെ ശുദ്ധീകരിച്ചു, അത് പ്യൂരിഫിക്കേഷൻ. കുറെ നാൾ ഇരിക്കണ്ടേ ആ പ്രൊഡക്റ്റ് മനുഷ്യൻ ഉപയോഗിക്കാൻ? മനുഷ്യൻ വേഗം തന്നെ ഉപയോഗിക്കില്ലല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ നല്ല വൃത്തിക്ക് ഇരിക്കണ്ടേ? കുറെ നാൾ അഴുക്കാകാതിരിക്കാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു, ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിന്റെ ക്വാളിറ്റി നിലവാരം നമ്മൾ പരിശോധിച്ചു. കുറെ നാൾ ഇരുന്ന് കഴിയുമ്പോൾ അഴുക്കാകുന്നുണ്ടോ, ഗുണം കുറയുന്നുണ്ടോ, ക്വാളിറ്റി ചെക്ക് ചെയ്തു. അതാണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 4 സ്റ്റെപ്പിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ് മക്കളെ. എന്താ വിളിക്കുക? ഡൗൺ സ്ട്രീം പ്രോസസ് എന്ന് വിളിക്കുക. ഓക്കെ, നോക്ക്. ഒരു സെല്ലിലേക്ക് നമുക്ക് ഉടനെ ജീനെ പറഞ്ഞു വിടാൻ പറ്റില്ല. ആ ജീനെ നമ്മൾ ആരുമായി കൂട്ടിച്ചേർക്കണം? വെക്ടറുമായി കൂട്ടിച്ചേർത്ത് RDNA ആക്കണം. RDNA ആണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെല്ലിലേക്ക് നമ്മൾ പറഞ്ഞു വിടുക. ഓക്കെ, ഒരു സെല്ലിലേക്ക് നമ്മൾ പറഞ്ഞു വിടുക. ഓക്കെ, നോക്ക്. ഈ ഉടനെ ഈ ഓസിസ് സെല്ല് RDNA വാങ്ങിക്കില്ല. ഓസിസ് സെല്ല് RDNA വാങ്ങിക്കണമെങ്കിൽ ആ ഓസിസ് സെല്ല് എടുത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. ആ സെല്ല് എടുക്കുന്നു,
കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അയൺ കൊണ്ട് ട്രീറ്റ് ചെയ്യണം, പ്രവർത്തിപ്പിക്കണം. എന്നിട്ട് ആ സെല്ലിനെ എടുത്തിട്ട് ഐസിൽ വെക്കണം, പ്ലേസ് ഇൻ ഐസ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ സെല്ലിനെ എടുത്ത് ഹീറ്റിൽ വെക്കണം, 42°C, പ്ലേസ് ഇൻ ഹീറ്റ് 42°C. നാലാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ഐസിൽ വെക്കണം. അപ്പം ഒരു RDNA ഉടനെ ഹോസ്റ്റ് സെല്ല് വാങ്ങിക്കില്ല. RDNA ഹോസ്റ്റ് സെല്ല് വാങ്ങിക്കണമെങ്കിൽ ഹോസ്റ്റ് സെല്ല് എടുക്കുന്നു, കാൽസ്യം മഗ്നീഷ്യം അയോൺ കൊണ്ട് ഹോസ്റ്റ് സെല്ല് പ്രവർത്തിപ്പിക്കണം. കാൽസ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയോൺ മതി, ഏതെങ്കിലും ഒരു അയോൺ കൊണ്ട് ഈ സെല്ലിന്റെ മുകൾ ഭാഗം ഇങ്ങനെ പ്രവർത്തിപ്പിക്കണം. എന്നിട്ട് ഐസിൽ കൊണ്ടുവെക്കണം, പിന്നെ 42° ചൂടത്ത് കൊണ്ടുവെക്കണം, പിന്നെ ഐസിൽ കൊണ്ടുവെക്കണം. ഈ 4 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റ് സെല്ല് സുഖമായിട്ട് ആരെ വാങ്ങിച്ചോളും മക്കളെ? RDNA വാങ്ങിച്ചോളും. ആദ്യം RDNA ഉടനെ വാങ്ങിക്കില്ല. അപ്പൊ നമ്മൾ ഈ 4 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റ് സെല്ല് RDNA വാങ്ങിച്ചോളും. എപ്പോഴാണോ ഹോസ്റ്റ് സെല്ല് RDNA വാങ്ങിക്കാൻ തയ്യാറാകുക, അപ്പൊ നമ്മൾ ആ ഹോസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് കോമ്പീറ്റന്റ് സെൽ. എന്താ വിളിക്കുക? ഉറക്കെ പറ. കോമ്പീറ്റന്റ് സെൽ എന്നാ വിളിക്കുക. എപ്പോഴാണോ ഹോസ്റ്റ് സെൽ RDNA വാങ്ങിക്കാൻ തയ്യാറാകുക, അപ്പം ആ ഹോസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് കോമ്പീറ്റന്റ് സെൽ. അങ്ങനെ തയ്യാറാകണമെങ്കിൽ, അങ്ങനെ കോമ്പീറ്റന്റ് സെൽ ആകണമെങ്കിൽ ഈ 4 സ്റ്റെപ്പുകൾ ചെയ്യണം. ഈ 4 സ്റ്റെപ്പുകളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഹീറ്റ് ഷോക്ക് മെത്തേഡ്. ഈ 4 സ്റ്റെപ്പ് ചെയ്താലേ, ഈ ഹീറ്റ് ഷോക്ക് മെത്തേഡ് ചെയ്താലേ ഹോസ്റ്റ് സെല്ല് എന്തിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ മക്കളെ? RDNA അക്സെപ്റ്റ് ചെയ്യുള്ളൂ. RDNA അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പുതിയ പേരാ കോമ്പീറ്റന്റ് സെൽ എന്നാ വിളിക്കുക. അപ്പൊ ചോദിക്കും, കോമ്പീറ്റന്റ് സെൽ പ്രിപ്പറേഷൻ എഴുതാൻ കോമ്പീറ്റന്റ് സെൽ എങ്ങനെ ഉണ്ടാക്കാം? ഈ 4 സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി. കാൽസ്യം മഗ്നീഷ്യം അയൺ കൊണ്ട് പ്രവർത്തിക്കുക, ഐസിൽ വെക്കുക, ചൂടത്ത് വെക്കുക, പിന്നെ ഐസിൽ വെക്കുക. ഈ 4 സ്റ്റെപ്പിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹീറ്റ് ഷോക്ക് മെത്തേഡ് എന്ന് മക്കളെ വിളിക്കുക. നിങ്ങളെ പിന്നെ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷനാ. ഈ മൈക്രോ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ നേരെ എന്ത് ചെയ്യാന്നറിയാം? ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ഒരു നീഡിൽ കാണും, ഒരു സിറിഞ്ച് കാണും. ആ സിറിഞ്ച് ഞെക്കിയാൽ മതി, നേരെ ജീനെ, ഡിസേബിൾ ജീനെ നമുക്ക് ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിടാം. മൈക്രോ ഇഞ്ചക്ഷൻ എവിടെ ഉപയോഗിക്കുക? ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ജീനെ പറഞ്ഞു വിടാനേ ഉപയോഗിക്കുക. രണ്ടാമത്തെയാണ് മക്കളെ ജീൻ ഗൺ. ജീൻ ഗൺ എവിടെ ഉപയോഗിക്കാന്നറിയാമോ? പ്ലാന്റ് സെല്ലിലേക്ക് ഒരു ഗണ്ണുണ്ട്, ആ ഗണ്ണിന്റെ ഉള്ളിൽ ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് എന്താ? ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ വെച്ച് ഉപയോഗിച്ച ബുള്ളറ്റാ, ഉണ്ടാക്കിയ ബുള്ളറ്റാ. ആ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ വെച്ച് ഉണ്ടാക്കിയ ബുള്ളറ്റിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ ജീൻ ചുരുട്ടി വെക്കും. നേരെ നമ്മൾ ബുള്ളറ്റ് തോക്ക് നേരെ ഓണാക്കും. എന്താ? ഈ ബുള്ളറ്റ് നേരെ പ്ലാന്റ് സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കയറും. ആര്? ബുള്ളറ്റ്. അപ്പൊ അതിന്റെ പുറത്ത് ആരുമുണ്ട്? നമ്മൾ ഓൾറെഡി ഡിസേബിൾ ജീൻ ചുരുട്ടി വെച്ചേക്കല്ലേ. അപ്പൊ ബുള്ളറ്റ് പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ പോകുമ്പോൾ അതിന്റെ പുറത്ത് ചുരുട്ടി വെച്ച ഡിസേബിൾ ജീനും പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് വരും. മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽ സെല്ലിന്റെ ഉള്ളിലേക്കാണ് ഡിസേബിൾ ജീനെ കൊടുക്കുക. ജീൻ ഗണ്ണിന്റെ വേറൊരു പേര് ബയോലിറ്റിക്സാ. അത് പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലേക്കാ മക്കളെ ജീനെ കൊടുക്കാൻ ഉപയോഗിക്കുക. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. ഇത്ര ഉള്ള മക്കളെ ഉള്ളത് മെയിനായിട്ട് ഈ ചാപ്റ്റർ ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ഡിസാമഡ് പാത്തോജൻ വെക്ടർ. ഡിസാമഡ് പാത്തോജൻ വെക്ടർ എന്ന് പറഞ്ഞാൽ, പാത്തോജൻ പറഞ്ഞാൽ രോഗകാരികൾ എന്നല്ലേ. ചില ആൾക്കാർ രോഗം ഉണ്ടാക്കും, ചില ജീവികൾ രോഗം ഉണ്ടാക്കും. എക്സാമ്പിൾ റിട്രോവൈറസ്. രണ്ടാമത്തത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഈ 2 പേരും രോഗമുണ്ടാക്കുന്ന പാത്തോജൻസാ. ഇവര് ആനിമൽ സെല്ലിൽ രോഗം ഉണ്ടാക്കും, ഇവൻ പ്ലാന്റ് സെല്ലിൽ രോഗം ഉണ്ടാക്കും. ഈ രോഗം ഉണ്ടാക്കുന്നവരെ വിളിക്കുന്ന പേരാ പാത്തോജൻ. ഇവർ രോഗം ഉണ്ടാക്കുന്ന ഇവരുടെ ശക്തി നമ്മളങ്ങ് കളയും. രോഗമുണ്ടാക്കുന്ന ഇവരുടെ ശക്തി കളയും. പാത്തോജൻ എന്ന് പറയുന്നത് എന്താ? രോഗകാരി. അവരെ രോഗമുണ്ടാക്കാനുള്ള ശക്തി നമ്മൾ കളയും. അതിന്റെ പേരാ ഡിസാമഡ്. രോഗമുണ്ടാക്കാനുള്ള ശക്തി കളഞ്ഞ രോഗകാരികളെ നമ്മൾ വെക്ടറായിട്ട് ഉപയോഗിക്കും. റിട്രോവൈറസ് നേരെ പോയിട്ട് ആനിമൽ സെല്ലിൽ അറ്റാക്ക് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവരെ രോഗം ഉണ്ടാക്കാനുള്ള കഴിവ് കളഞ്ഞിട്ട് നമ്മുടെ ജീൻ കൊടുത്തു. അപ്പോൾ നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജീൻ അങ്ങ് കൊടുത്തോളും. അഗ്രോബാക്ടീരിയം പ്ലാന്റ് സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നവരാ, രോഗകാരിയ. ആ രോഗം ഉണ്ടാക്കാനുള്ള അവരുടെ കഴിവ് നമ്മൾ കളഞ്ഞു, എന്നിട്ട് നമ്മുടെ ജീൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ നേരെ പതിവ് പോലെ പോയിട്ട് പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ പ്ലാന്റിന് രോഗം വരില്ല, കാരണം രോഗം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ കളഞ്ഞല്ലോ. പകരം നമ്മൾ കൊടുത്ത ജീനെ അവരെ പ്ലാന്റ് സെല്ലിന് കൊടുത്തോളും.
രോഗമുണ്ടാക്കുന്ന പല ആൾക്കാരുടെയും രോഗമുണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ കളയും, എന്നിട്ട് അവരെ വെക്ടറായിട്ട് ഉപയോഗിക്കും. അതിന് എക്സാമ്പിൾ 2 റിട്രോവൈറസ്, അഗ്രോബാക്ടീരിയം. റിട്രോവൈറസ് ഉപയോഗിച്ച് നമ്മൾ ആനിമൽ സെല്ലിലേക്കാണ് ജീനെ കൊടുക്കുക. അഗ്രോബാക്ടീരിയ ഉപയോഗിച്ചിട്ട് പ്ലാന്റ് സെല്ലിലേക്കാണ് നമ്മൾ ജീനെ കൊടുക്കുക. മൈക്രോ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ട് ആനിമൽ സെല്ലിലേക്കാണ് ജീനെ കൊടുക്കുക. ജീൻ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാന്റ് സെല്ലിലേക്കാണ് ജീനെ കൊടുക്കുക. ഇത്രയുള്ള മക്കളെ ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങൾ. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോസിനേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ജീനെ കൊടുക്കണം, ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഡിസേബിൾ ജീനെ എനിക്ക് കൊടുക്കണം. അതിന് 2 മാർഗങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇതൊന്നും ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യണം. ആനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ജീനെ കൊടുക്കാൻ 2 മാർഗങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ആ 2 മാർഗങ്ങൾ ഒന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് വിലയേറിയ നിങ്ങളുടെ കമൻറ്റ് ഒന്ന് പറയാം. എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ മൊഞ്ചത്തികളെ, പഠിച്ചേക്കണേടാ.